ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ യങ്ങർ ജനറേഷനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ സൊറപറച്ചിലിൻ്റെ ആ പരമ്പരയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മളോട് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് എൻഫ റോസ് ജോർജ്. അവരൊരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറാണ്. പെഹിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒരു ടെക് സ്പേസിൽ വിസിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, അപ്സ്കില്ലിങ് ഇതൊക്കെ ചെയ്യുന്നത് 18-ാം വയസ്സിലാണ് എൻഫ തുടങ്ങിയെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഒരു ടെക്കി എന്ന് പറയാം, മാത്രമല്ല ഒരു സോഷ്യലി കമ്മിറ്റഡ്, നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പം എൻഫ റോസ് ജോർജായിട്ട് നമുക്ക് സംസാരിക്കാം. ലെറ്റ് us ലേൺ ഫ്രം ഹെർ ജേർണി. ഞാൻ ഇങ്ങനെ ഒരു പരമ്പര നടത്താനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ഇൻസ്പയർ ആവുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ്. അപ്പോൾ കേരളത്തിൽ, നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ യങ്ങർ ജനറേഷനിലുള്ള ആൾക്കാരിൽ നിന്നും, ആ ജനറേഷനിലുള്ള ആൾക്കാർ മാത്രമല്ല, എൻ്റെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാർ പോലും ഐ തിങ്ക് വി ഷുഡ് ഗെറ്റ് ഇൻസ്പയർഡ് എന്നുള്ളതാണ് തോന്നുന്നത്. എനിവേ, ഇഫ് യു ഹവ് നോട്ട് സബ്സ്ക്രൈബ് ടു ദ ചാനൽ, ഗോ ahead and subscribe, like, comment and share. മാത്രമല്ല pahayan.com, pahayanmedia.com മാറുന്ന ലോകത്തിൽ എന്തെങ്കിലും പുതിയ അറിവുകൾക്കായിട്ട് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. മലയാളത്തിൽ ഒരു ഓൺലൈൻ ലേണിംഗ് എക്സ്പീരിയൻസ്, വീഡിയോസ്, പ്രസൻറ്റേഷൻസ്, മൈക്രോ കോഴ്സസ്, പിന്നെ ഒരു ഓൺലൈൻ ലേണിംഗ് കമ്മ്യൂണിറ്റി. pahayanmedia.com അല്ലെങ്കിൽ pahayan.com. ഗുഡ് മോർണിംഗ് എൻഫ. ഹലോ, ഹായ്. അപ്പോൾ ഞാൻ ഒരു സീരീസ് ആയിട്ട്, അപ്പോൾ യങ്ങർ ജനറേഷൻ ആയിട്ട്, ഞാൻ യങ്ങാണ്, യങ് അല്ല എന്നുള്ളതല്ല, പക്ഷെ യങ്ങർ ജനറേഷനായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് എന്താണ്, ഹൗ ഡു യു പീപ്പിൾ റിയലി ലുക്ക് അറ്റ് ദ വേൾഡ് അറൗണ്ട്, ആൻഡ് എസ്പെഷ്യലി ഐ എം ലുക്കിംഗ് അറ്റ് ടോക്കിംഗ് ടു പീപ്പിൾ കോളേജ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഗോപികൃഷ്ണനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല, സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല, അതാണ് അതിൻ്റെ വ്യത്യാസം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഞാൻ ഫോണിൽ, ഞാൻ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ്, ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, സൊറപറച്ചിലിന്റെ മുമ്പേ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. എൻഫയായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മൾ വാട്സാപ്പിൽ ഫ്യൂ മെസ്സേജസ് ഷെയർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ലിങ്ക്ഡിനിൽ പോവുകയും, ഞാൻ മനോരമയിൽ വന്നൊരു ആർട്ടിക്കിള് നോക്കുകയും, പിന്നെ അതേമാതിരി ഐ തിങ്ക് ടെഡെക്സിന്റെ ഒരു കോൺവെർസേഷൻ, ഡോണ്ട് വൈൻ, സ്റ്റോപ്പ് വൈനിങ് ആൻഡ് സ്റ്റാർട്ട് ഗ്രൈൻഡിങ് അല്ലേ, അത് കണ്ടു. അപ്പം ആൻഡ് പെഹിയ ഫൗണ്ടേഷൻ, ഇസ് ദാറ്റ് റൈറ്റ്? പെഹിയ ഫൗണ്ടേഷൻ, അതാണ് that's what you started while in college. So one of the things that I realized, ഞാനത് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സാധനം, സ്വതവേ ആൾക്കാർ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുക, പഠിത്തം കഴിയിട്ട് എന്നിട്ടാവാൻ കാര്യം എന്നുള്ളത്. ബട്ട് യു 2016 ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, അല്ല 2016 to 2020, സോ ഇയർ 2020 ഗ്രാജുവേറ്റ്. ഓക്കെ, അപ്പൊ 2016 to 2020. പക്ഷെ there were a lot of things 2017, 2018 അപ്പൊ ഈ പഠിത്തം അല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. And so we'll start from there. ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ ആൾക്കാർക്കൊക്കെ പോയി സെർച്ച് ചെയ്യണം, നമ്മളെല്ലാം അങ്ങനെ ഇതാക്കണ്ട. അപ്പൊ ഐ വോണ്ട് ടു ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് ആ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് വാട്ട് മെയ്ഡ് യു തിങ്ക് ദാറ്റ് യു ഷുഡ് ബി ഡൂയിങ് ദീസ് തിങ്സ്, ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നാൻ കാരണത്തെ? ഐ തിങ്ക് ഇന്നേവരെ ചെയ്തിട്ടുള്ള എല്ലാം പ്ലാൻ ചെയ്തതല്ല. എവറിത്തിങ് ഹാപ്പൻഡ് ഇങ്ങനെ ഓർഗാനിക്കലി എന്ന് വേണേൽ പറയാം. സോ കോളേജിൽ IT ആണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം കമ്പ്യൂട്ടർ സയൻസിനോടൊരു ചെറിയ ഭ്രാന്ത് മൂത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സൊക്കെ എടുത്ത് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെൻറ്റ് കർഫ്യൂ റൂൾസ് ആയിരുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഫസ്റ്റ് ഇയറിനൊരു കർഫ്യൂ അല്ല. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൽ പെൺകുട്ടികളുടെ ഫോൺ രാത്രി 8-8:30 ആകുമ്പോൾ എടുത്തു വയ്ക്കും, പിന്നെ രാവിലെ 6:30 തരാം. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്റർനെറ്റ് ആക്സസ് ഉള്ളത് 1 to 2 hours ആണ്
മാക്സിമം ഉള്ളത്. അപ്പം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം നമുക്ക് ഈ സ്കൂളിൽ പഠിച്ചൊരു C++ന്റെ ഒരു അറിവേ ഉള്ളൂ. അല്ലാതെ ആക്ച്വലി പുറത്തെന്താണ് ആക്ച്വലി ഇപ്പോൾ ബിൽഡ് ആവുന്നത്, എന്തൊക്കെയാണ് പുറത്തുള്ളത് എന്നറിയാൻ കോളേജ് കരിക്കുലത്തിൽ ആസ് ഓഫ് നൗ ഒരു വഴിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, അതായത് ക്ലാസ്സിലെ ബോയ്സ് ഒക്കെ ഹാക്കത്തോണിന് പോകുന്നു, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് അറ്റ്ലീസ്റ്റ് ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇത്ര ഫേമസ് അല്ല. അപ്പം ഇവരിങ്ങനെ പുറത്തേക്ക് പോകുന്നു, പഠിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നു. അതേസമയം ഞാനാണെങ്കിൽ പെർമിഷൻ ലെറ്റർ ഒക്കെ സൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഗവൺമെന്റ് പേപ്പർ വർക്ക് പോലെ ഒത്തിരി നാളെടുക്കും. ഭയങ്കര ഒരു ഹേർഡിലാണ്. അതായത് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് എനിക്ക് പോകേണ്ടത്. മൈ ഗോൾ ഇസ് ലേണിംഗ്. പക്ഷേ ഐ എം ഫേസിങ് ഡിഫിക്കൽട്ടീസ്. പഠിക്കുന്നതിലല്ല, അത് ദാറ്റ്സ് എ ഡിഫറെന്റ് സെറ്റ് ഓഫ് ഡിഫിക്കൽട്ടി. ദിസ് ഇസ് ആക്സിങ് ദ എഡ്യൂക്കേഷൻ. അത് എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിൽ ക്ലാസിന്റെ അല്ല, ഫൈനാൻഷ്യൽ അല്ല, ബട്ട് മോർ ഓഫ് എ ജെൻഡർ ബാരിയർ ദർ. ഫസ്റ്റ് ഇയറിൽ ഒരുപോലെ എല്ലാവർക്കും ആക്സസ് ഇല്ലായിരുന്നു എങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെന്റ് പ്രോബ്ലം. ബട്ട് ദിസ് വാസ് സ്പെസിഫിക്കലി ഐ വാസ് നോട്ട് ഏബിൾ ടു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പം ഹാക്കത്തോണ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, എന്തിനാണ് ഇപ്പം വർക്ക്ഷോപ്പ് എക്സ്ട്രാ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ കോളേജിൽ നല്ല മാർക്കൊക്കെ കിട്ടി, കോളേജ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി, നല്ലൊരു ജോലിയൊക്കെ എടുത്ത് അങ്ങ് പോയാൽ പോരെ എന്നാണ് ചോദ്യം. അപ്പം എക്സ്ട്രാ അതല്ലാതെ നമ്മുടെ പാഷൻ എക്സ്പ്ലോർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഫസ്റ്റ് ഇയറിൽ. റൂൾസ് ഇപ്പോഴും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പം കുറച്ചൊക്കെ കള്ളത്തരവും കുറേയൊക്കെ പിടിവാശിയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു വർക്ക്ഷോപ്പിനെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇയറിലായിരുന്നു ഇത്രയും ചാലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു ആക്ച്വൽ പ്രോബ്ലം ആണ്, ഒരു രീതിയിൽ അനങ്ങാൻ പറ്റുന്നില്ല, ഒരു കെട്ടിയിട്ടൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം there was this hackathon in തിരുവനന്തപുരം. അത് നമ്മുടെ ടെക്നിക്കൽ ഹാക്കത്തോൺ അല്ല, മോർ ഓഫ് ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് സോർട്ട് ഓഫ് ഹാക്കത്തോൺ ആയിരുന്നു, വുമൻസ് ഹാക്കത്തോൺ, നമ്മുടെ ICFOS നടത്തിയത്. അപ്പം അതിന് ഞാനും അപ്ലൈ ചെയ്തു, സെലക്ട് ആയി. അപ്പോൾ പോകാൻ വേണ്ടി ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വിടില്ല. ഇത്രയും ദൂരം ഒരു പെൺകൊച്ചി തന്നെ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ചോദ്യം അന്ന്. അപ്പം ഞാൻ അപ്പോഴത്തേക്കും ടെലിഗ്രാം വഴി വാട്സപ്പ് വഴിയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ടെക്നിക്കൽ സർക്കിളിലൊക്കെ ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അജിൻ എന്നെയും ശ്രീപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിനെയും കൂടി കണക്ട് ചെയ്തു. ദെൻ വി സ്റ്റാർട്ടഡ് ടെല്ലിങ്. ഞാനും ശ്രീപ്രിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ ആ കൊച്ചിനെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഞാനും ശ്രീപ്രിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ വോക്കൗട്ടേന്നായപ്പം ഇറ്റ് ബിക്കേം എ ലൈറ്റർ പ്രോബ്ലം. ദേ വർ ലൈക്ക് ഓക്കെ, 2 പെൺപിള്ളേരുണ്ടല്ലോ, ഇനി പൊക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ ഹാക്കത്തോണ് പോയി. വി ഹാഡ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ലൈക്ക് ജനറലി ആ മുറിയിൽ ഇരുന്നപ്പോൾ ഞങ്ങളൊരു 30-40 പേരുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കഥയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹാക്ക് കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ചെറിയൊരു കാര്യം പോലും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, കൊച്ചി വന്നു കഴിഞ്ഞപ്പം ഞാനും ശ്രീയും കരുതി ഇതിപ്പം എല്ലാവരുടെയും സ്റ്റോറി ആയിരിക്കുമല്ലോ. ഞങ്ങളെപ്പോലെ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളുടെയും സ്റ്റോറി ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് ശ്രീപ്രിയെ കിട്ടിയ പോലെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു കൊടുത്താൽ മതിയല്ലോ. എനിക്ക് എൻ്റെ ക്ലാസ്സിലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം അക്രോസ് എറണാകുളം സിറ്റി എങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ താല്പര്യമുള്ള എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വരട്ടെ, എന്തെങ്കിലും ഒരു ഇവന്റ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പോകുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് കൂടി വീട്ടിലൊക്കെ അറിയിച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലേണിംഗ് സംഭവിക്കണം എന്നേ ഉള്ളൂ. അവിടെ നിന്നാണ് ആക്ച്വലി തിങ്സ് റിയലി സ്റ്റാർട്ടഡ് ടു ഗ്രോ. അപ്പം അങ്ങനെ ഒരുമിച്ച് പെൺകുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ, നമുക്കിനി ടെക്നോളജി പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, കോഡിങ് ചാലഞ്ചസ് ചെയ്യാം. ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ചാലഞ്ച് ഹോസ്റ്റ് ചെയ്യാം, എല്ലാ ഫ്രൈഡേയും നമുക്ക് പരസ്പരം കമ്പീറ്റ് ചെയ്യാം. പിന്നെ അവിടുന്ന് പയ്യെ ഒരു കാര്യം ചെയ്യാം, എല്ലാ സൺഡേയും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. എന്നിട്ട് ഒരാൾ പഠിച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം, നമ്മുടെ ഈ കമ്പൈൻ സ്റ്റഡി ഒക്കെ പോലെ. അപ്പം അങ്ങനെ എല്ലാ സൺഡേയും കൂടാൻ തുടങ്ങി. നമ്പർ ഓഫ് പ്രോഗ്രാംസ് കൂടാൻ തുടങ്ങി, വരുന്ന കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങി, സ്ലോലി ഇമ്പാക്റ്റ് കൂടാൻ തുടങ്ങി. ഐ തിങ്ക് അങ്ങനെയാണ് ആക്ച്വലി പെഹിയ ഫൗണ്ടേഷൻ ഉണ്ടായത്. അപ്പോൾ പേഴ്സണലി അറ്റ് ദ ടൈം ഐ തിങ്ക് സ്റ്റാഫ് പയ്യെ ദേ സ്റ്റാർട്ടഡ് സീയിങ് ഇങ്ങനെ ഇറ്റ്സ് ജെനുവൻ. ഞാൻ പുറത്തേക്ക് പോകാൻ, സിനിമ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്യാൻ ഒരു തന്ത്രമല്ല എന്നൊക്കെ ഐ തിങ്ക് ബൈ ദെൻ ടീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി. ഐ ഹാഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കോളേജ് ഹോസ്റ്റൽ. അത് ഒട്ടും ലേണിംഗ് കൺഡ്യൂസീവ് ആയിരുന്നില്ല.
slowly when I started showing results, I think my parents also started trusting me, and I, you know, പുറത്തൊരു ഹോസ്റ്റൽ എടുത്തു. That gave me freedom to do what I want, like in general learning-ന് വേണ്ടിയിട്ട്. And അങ്ങനെ വന്നു കഴിഞ്ഞപ്പം I started going for internships. അപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു, കുറച്ചൊരു ഐഡിയ ആയി ഏത് ഡയറക്ഷനിൽ പോകണമെന്ന്. രണ്ടാമത്തെ ഇന്റേൺഷിപ്പ് ചെയ്തു, then it slowly started growing. അപ്പം ഐ തിങ്ക് ബൈ ദെൻ റെക്കഗ്നിഷൻ കൂടി വന്നു കഴിഞ്ഞപ്പം ലൈഫ് ബിക്കെയിം എ ലോട്ട് ഈസിയർ ഇൻ ടേംസ് ഓഫ് ആക്സസ്. അപ്പം തിരുവനന്തപുരം വരെ പോവാൻ എന്നെ വിടാൻ മടിച്ച അതേ ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റിയും അതേ ഫാമിലിയുമാണ് ഓസ്ട്രേലിയ വരെ ഒരു തന്നെ വിട്ടത്. സോ ഐ തിങ്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് എവറിബഡീസ് ആറ്റിറ്റ്യൂഡ് ഓൾസോ സ്ലോലി ചേഞ്ച്. അപ്പം പേഴ്സണലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ് ആൻഡ് ഓർഗാനിക്, ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. But yeah, that is a story. Pehia started that. That's very interesting. Karanam, I'm going back to probably 27 years before when I graduated. 93-ലാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നത് ആർഐസിന്ന്, കാലിക്കറ്റിന്ന്. അപ്പം ഒരു ടൂൾസ് ആക്സസിബിലിറ്റി പഠിത്തം എന്നുള്ള കാര്യത്തിൽ പെൺകുട്ടികൾക്ക് ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവോ ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പം when I look back, you know, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ആൻഡ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് തന്നെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാതെ പോകുന്നു എന്നുള്ളതായിരുന്നു 27 years back the problem was, right? ആരും സംസാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം ശരിയാണ്, എന്താ പറയുക, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എപ്പോൾ വേണമെങ്കിൽ പോകാനും വരാനും ഉള്ള സൗകര്യം മാതിരി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന എന്തായിരിക്കും, പഠനത്തിന്റെ കാര്യത്തിൽ തന്നെ പ്രോബ്ലം. ഇപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളതല്ല, ഇന്റർനെറ്റ് ആക്സസിബിലിറ്റിന്റെ സംഭവമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പൊ ആ ഒരു വ്യത്യാസമല്ല. ബട്ട് ഈവൻ ദെൻ ഒരിക്കലും ആ ഒരു ജെൻഡർ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വാസ് നോട്ട് സംതിങ് ദാറ്റ് വി എവർ ഡിസ്കസ്ഡ്. ഇന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ആ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് കാരണം ഞാൻ ഇന്ന് അറ്റ്ലീസ്റ്റ് യുവർ ജനറേഷൻ ആൺകുട്ടികളുടെ, ബിക്കോസ് യു ആർ പ്രോബ്ലി മൈ ഡോട്ടേഴ്സ് ഏജ്. എന്നാൽ ഞാൻ പലപ്പോഴും ഇവിടെയാണ്, അവൾ ഇവിടെ പഠിക്കുകയാണ്, ഷീസ് ഡൂയിങ് എ തേർഡ് ഇയർ ഇൻ കോളേജ്. പക്ഷേ യങ്ങർ ആൺകുട്ടികളോട് അവിടെ ചോദിക്കുന്ന സമയത്തും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ളതിനെക്കാട്ടും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇന്ന് ആൺകുട്ടികൾ എന്ന് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് ദേ ഹാവിങ് ഫ്രണ്ട്സ് ടു ടോക്ക് അബൌട്ട് എന്നുള്ളത് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ഇറ്റ് വാസ് എ വെരി വെരി ഡിഫറെന്റ് സിറ്റുവേഷൻ. കാരണം അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല പെൺകുട്ടികളും ആൺകുട്ടികളും കൂടിയിട്ടുള്ളത് എന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ആൺകുട്ടികളായിട്ട് കലിങ്കിൽ നിൽക്കുക, ഇരിക്കുക, പിന്നെ ആൺകുട്ടികളുടെ ദ ബോയ് തിങ്സ് ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അല്ലാത്ത ഒരു രണ്ടുപേരും ഒരു സൗഹൃദ ബന്ധം, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അവര് ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കഥയുണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു യുവതലമുറയായിരുന്നു ഞാനൊക്കെ ഗ്രോയിങ് അപ്പ്. which obviously if you ask your dad and mom they would say that ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരുവിധം കേരളത്തിലൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും വലിയൊരു മാറ്റം ഇന്ന് വന്നതായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗോൺ ടു സ്റ്റേജസ് വിത്ത്. പക്ഷെ ഞാൻ ഇടയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പം ഇപ്പോൾ ടെഡെക്സിലെ എൻഫയുടെ ആ ടോക്കിന്റെ താഴെ വന്ന 2-3 കമന്റുകൾ ഞാൻ വായിച്ചു. ആ കുട്ടിക്ക് ഒരു പൊരിച്ച മീൻ കൊടുക്കൂ എന്നുള്ളതും, പിന്നെ എവല്യൂഷന്റെ പ്രോബ്ലം ആണ് എന്നതും, പിന്നെ ഹോൾ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. പക്ഷെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കോൺവെർസേഷൻ പറയുന്ന ആൺകുട്ടികൾ ഇവിടെയും അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ രസകരമായിട്ടുള്ള സംഭവം. ഇറ്റ് ഈസ് ത്രൂ ഔട്ട്. സോ വേൾഡ് മൊത്തമായിട്ടൊരു ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് ഇറ്റ്സ് എ ലോങ് സ്ട്രഗിൾ ആൻഡ് ഇറ്റ്സ് എ ലോങ് ഫൈറ്റ് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എൻഫയുടെ ഭാഗത്തു നിന്നൊക്കെ കമ്മിങ് ഇൻ ടു ദാറ്റ് ടെക് ഫീൽഡ്, ഹാവിങ് ദാറ്റ് സെയിം ഈക്വൽ സ്റ്റാൻഡിങ് ടു ലേൺ എന്നുള്ളൊരു അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ മൊത്തം സംഭവം. പക്ഷേ ഇപ്പോൾ വിമൺ ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിലിക്കൺ വാലിയിലും ഇവിടെയൊക്കെ സംസാരിക്കുന്ന സാധനത്തിലും വരുന്ന സംഭവം, forget about harassment and all those things that happen on a corporate scale. അത് വേറൊരു കാര്യം. അല്ലാത്ത പക്ഷത്തിൽ തന്നെ വരുന്ന സാലറി ഇൻഇക്വാലിറ്റി,
പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അത് ഞാൻ ആക്ച്വലി ആ ടെഡെക്സ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുമോ എന്നുള്ളത് തന്നെ എൻ്റെ തോട്ടിൽ വന്നു കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ച് വേറെ കുറേ കാര്യത്തിൽ ഒരു ജെൻഡർ പ്രോബ്ലം ഉണ്ടാവുകയാണ്. ടെക്നോളജി വാസ് എൻ ഈക്വലൈസർ ആൻഡ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ ഫോർ മീ വെൻ ഐ ഹേർഡ് യുവർ ടെഡെക്സ് that could happen എന്നുള്ളത്. കാരണം if you don't have access to computers, if you don't have access to internet, മൊബൈൽ ഫോണിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ you're far behind with the same people. പഠിക്കുന്നത് കാര്യത്തിലും ഒക്കെ തന്നെ വളരെ വളരെ ബിഹൈൻഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട് ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഏജിൽ. അപ്പൊ എവിടുന്നാണ് നൗ ഐ തിങ്ക് യു ആർ വർക്കിംഗ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റൈറ്റ്? ദാറ്റ്സ് ദ ഏരിയ ദാറ്റ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ, ഇസ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്, റൈറ്റ്? that is where I see myself going. Okay. അത് പ്രോഡക്റ്റ് സൈഡിലാണോ ഡെവലപ്മെന്റ് സൈഡിലാണോ എവിടെയാണ്? വേർ ഇസ് യുവർ കറന്റ് ഫോക്കസ് ഏരിയ വർക്ക് ചെയ്യുന്നത്? കറന്റ്ലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ടീമിൽ ഇറ്റ്സ് എ മിക്സ്. സോ ഐ ഓൾസോ ഫംഗ്ഷൻ ആസ് ബാക്ക് ആൻഡ് എഞ്ചിനീയർ, ഓൾസോ മെഷീൻ ലേണിംഗ് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ പ്രൊഡക്റ്റിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് റൈറ്റ് നൗ ഫ്രം വേർ ഐ സ്റ്റാൻഡ്, ഐ തിങ്ക് കുറച്ചുകൂടി ഒരു അക്കാഡമിക് സൈഡിലേക്കാണ് ഐ സീ മൈസെൽഫ് ഗോയിങ് ലൈക്ക് നെക്സ്റ്റ് 5 years മേ ബി. ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ മെഷീൻ ലേണിംഗ് എക്സ്പ്ലോർ ചെയ്യുക, AI എക്സ്പ്ലോർ ചെയ്യുക, അതിലാണ് ഐ പ്രോബ്ലി സീ മൈസെൽഫ്. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട് പോകട്ടോ, ഒരു ഇന്റർവ്യൂ സ്റ്റൈലിലല്ല. ഞാനിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഐ ആം ട്രൈങ് ടു ലേൺ. സോ എനിക്ക് ലേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ എന്ത് ചോദ്യം ചോദിക്കാമല്ലോ. ഞാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നോട്ട് യു. അപ്പം ഞാനാണ് ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ മകളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നത് തന്നെയാണ്, ഞാനാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നെ കഴിഞ്ഞ കാലമായിട്ട് കഴിഞ്ഞ 10-21 വർഷമായിട്ട് അവൾ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കി ഏതാണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ത്രൂ ഔട്ട്. എനിക്കാണ് മനസ്സിലാവാത്തത്. സോ ഐ കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു 300 ആൾക്കാർ ഒറ്റുണ്ട് നിങ്ങളുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലേ, പെഹിയ ഫൗണ്ടേഷൻ. ദാറ്റ്സ് വാട്ട് ടെഡെക്സിൽ പറഞ്ഞാണ്. ബട്ട് ഐ തിങ്ക് ഇപ്പൊ ചിലപ്പോൾ കൂടിയിട്ടുണ്ടായിരിക്കാം മതി. എങ്ങനെയാണത്? 250 ഉണ്ട്. സോ യു വുഡ് ഹാവ് ഗോൺ ടു ടെലിഗ്രാം ഡിസ്കോർഡോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? മെയിലിംഗ് ലിസ്റ്റ്, ആക്ച്വലി മെയിലിംഗ് ലിസ്റ്റിലേക്ക്. അപ്പം കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇപ്പൊ ഒരു ഇതിപ്പോ കേൾക്കണ പല ആൾക്കാരുണ്ടാവും. അപ്പം ചിലപ്പം പെൺകുട്ടികളിലെ അച്ഛനമ്മമാരായിരിക്കും കേൾക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മദേഴ്സ് ആയിരിക്കും കേൾക്കുന്നത്, സിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ കേൾക്കുകയായിരിക്കും ചിലപ്പോൾ ഈ ടോക്ക്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ പ്രോഗ്രാമിംഗ് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ടെക്നോളജി എന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം ഞാൻ 4 കൊല്ലം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, സി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ലാണ്ട് നിർത്തിയൊരു മനുഷ്യനാണ് ഞാൻ. കാരണം പിന്നെ ടെക് ഫീൽഡിൽ തന്നെ 27 വർഷമായിട്ട് ടെക് ഫീൽഡിൽ പ്രോഗ്രാമിംഗ് ചെയ്യാണ്ട് ജീവിച്ചൊരു വിഷയം ഞാൻ. കാരണം ആ ഒരു പേഷ്യൻസ് എനിക്കില്ല. അപ്പോൾ ഐ സീരിയസ്ലി ഹാവ് എ പ്രോബ്ലം ഇൻ എവരി വൺ. പണ്ട് ആൾക്കാരെ പുഷ് ചെയ്തിട്ട് കുട്ടികളെ ഒന്നിലേക്ക് വിടുന്ന മാതിരി ഇന്ന് പുഷ് ചെയ്തിട്ട് എല്ലാവരും ടെക്നോളജിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് മേക്ക് കിഡ്സ് ഹാപ്പി. ആൾക്കാരെ സന്തോഷിപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവണം. കാരണം ഇപ്പൊ എൻഫേനെ കണ്ടിട്ട് ആൾക്കാരൊക്കെ കണ്ടില്ല, ആ കുട്ടീനെ കണ്ടില്ല, അതിനെപ്പോ എന്താ നിനക്ക് ഇപ്പൊ പഠിച്ച എന്താ കുഴപ്പം, വൈ ഡോണ്ട് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പിന്നാലെ മാതാപിതാക്കൾ കൂടരുത് എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ട് എനിക്ക്. അപ്പം വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദാറ്റ്? ഇപ്പം ഐ ഹാവ് ലൈക്ക് വെരി ലിമിറ്റഡ് എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ പെഹിയയിലേക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പലരും പല ആംഗിളിൽ നിന്ന് വരാറുണ്ട്. വൺ സെക്ഷൻ ഇസ് പാരൻസ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറഞ്ഞു, ബിക്കോസ് കമ്പ്യൂട്ടർ സയൻസ് ഹൈ പേയിങ് ജോബാണ്, ഇപ്പം ജോലി കിട്ടാൻ എളുപ്പമാണ് എന്നൊരു ആംഗിളിൽ നിന്ന് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുന്ന എല്ലാവരും പ്രോഗ്രാമിംഗ് പഠിക്കാറില്ല. ഐ സി തുടങ്ങുന്നത് കാണാം, പക്ഷേ സംടൈംസ് ഇറ്റ്സ് എ ടേസ്റ്റ്. അപ്പം അത് ഫോഴ്സ്ഡ് ആവുന്നതുകൊണ്ട് അത് കൂടുതൽ ഹെയ്റ്റ് ചെയ്യുന്നു. ഡെയിലി ലൈഫ് കോർപ്പറേറ്റിൽ ജോയിൻ ചെയ്യുന്നു, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി കോർപ്പറേറ്റിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ എവറി ഡേ ഒരു വല്ലാത്തൊരു ലൈഫ്, അത് ഇഷ്ടപ്പെട്ട് ചെയ്തില്ലെങ്കിൽ അതും കാണാറുണ്ട്. ഇപ്പം വർക്കിംഗ് ആയ ഫ്രണ്ട്സും ഉണ്ട്, പ്രോഗ്രാമിംഗ് ഒട്ടും ഇഷ്ടമില്ലാതെ ഡെവലപ്പർ റോളിൽ ജോലി ചെയ്യുന്നവരെ കാണാറുണ്ട്. ഐ തിങ്ക് വർക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ മിഡിൽ ഗ്രൗണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈതർ യു ലവ് ഇറ്റ്, പാഷൻ ആണ്, അല്ലെങ്കിൽ യു റിയലി ഹേറ്റ് ഇറ്റ്.
അപ്പം ഐ ഡോണ്ട് തിങ്ക് ആസ് പാരൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും I don't think we would want a life where 9 to 5 I do something I hate, I come back home and I went out and I go to bed. ഇങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ പ്രോഗ്രാമിംഗ് പഠിച്ച എല്ലാവരുടെയും പാഷൻ പ്രോഗ്രാമിംഗ് അല്ല. ഐ ഹവ് സീൻ ദം സക്സീഡിങ് ഇൻ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡ്, അതിപ്പം ആർട്ടിസ്ട്രി സൈഡിലായാലും അല്ലെങ്കിലും ഐ ഹവ് സീൻ ദം സക്സീഡിങ്. സോ ഐ വുഡ് നോട്ട് ടെൽ പ്രോഗ്രാമിംഗ് അടിപൊളിയാണ്, പക്ഷെ അതെല്ലാവർക്കും ഉള്ളതല്ല. ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വിട്ടേരെ. അതിനേക്കാൾ മധുരമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല. ഈവൻ അതായത് ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കാനും കാരണം സപ്പോർട്ട് ആണ് പലപ്പോഴും കമ്മ്യൂണിറ്റി. ഇപ്പം ആൾക്കാർക്ക് ഇത് നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ ഇത് ഇഷ്ടപ്പെടുമോ, നമുക്ക് അതിനുള്ള അക്യുമെൻ ഉണ്ടോ, നമുക്ക് അത് വർത്ത് വൈൽ ആണ്, ഡു യു വാണ്ട് ടു ഡു ദിസ് ഓൾ യുവർ ലൈഫ് എന്നുള്ളൊരു ചോദ്യമാണ്. ഞാനൊക്കെ പലപ്പോഴും 27 വർഷം മുമ്പേ ഞാനൊന്നും ഒരു കാര്യത്തിലും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ജീവിതകാലം മുഴുവൻ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമല്ല. ഇന്ന് കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, ഇസ് ദിസ് വാട്ട് ഐ വാണ്ട് ടു ഡു ഓൾ മൈ ലൈഫ് എന്നുള്ളത്. അപ്പം പക്ഷെ ആ ഒരു പോയിന്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ട് അവർക്ക്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗം ഇപ്പം ഐ എം അസ്യൂമിങ് ദാറ്റ് എനിക്ക് 350 ഒരു ചെറിയ നമ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിന്റെ ഭാഗമാവണ്ടേ എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം ദർ ആർ ഇപ്പൊ ഒരു വിമൺ എന്താ ഗേൾസ് ഹു കോഡ് അല്ലേ, ഒരു ശിവാനിയൊക്കെ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇവിടെ US-ൽ. വാട്ട്സ് നെയിം? ശിവാനി റൈറ്റ്? ശിവാനിയാണെന്ന് തോന്നുന്നു. ദാറ്റ് അപ്പം അവര് പറഞ്ഞൊരു അനാലിസിസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെക്കില് പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നതിനെക്കാട്ടും കൂടുതൽ പെൺകുട്ടികൾ ഇന്ത്യയിൽ പഠിക്കാൻ വരുന്നുണ്ടെന്ന്. പക്ഷേ ജോലിയും കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് വളരെ സഡൻ ഡ്രോപ്പാണ്. അത് ഈ മാരേജും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു സഡൻ ഡ്രോപ്പ് ഹാപ്പൻസ് എന്നുള്ളത്. സോ ഷി വാസ് അനലൈസിങ് വാട്ട് ഇറ്റ് ഹാപ്പൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഹിയർ. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അസംഷനിൽ 300-ൽ കൂടുതൽ ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. വൈ ഇസന്റ് മോർ പീപ്പിൾ? അവർക്ക് പിന്നെയും വല്ല ആക്സസിബിലിറ്റി പ്രശ്നമുണ്ടോ ഇതിലേക്ക് വരാൻ? അത് ആക്ച്വലി 2 ഫാക്ടേഴ്സ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാത്ത പ്രോബ്ലം കൂടിയാണ്. ഒന്ന്, ആക്സസിബിലിറ്റി പ്രോബ്ലം ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ഫോൺ, ഐ ഹവ് സീൻ പെഹിയുടെ ഗ്രൂപ്പിലുള്ള പല നമ്പേഴ്സും കുട്ടികളുടെ അല്ല, കുട്ടികളുടെ അമ്മയുടെയാണ്. അപ്പം അമ്മയുടെ ഫോൺ എപ്പോഴും ഒരു ആക്സസിബിൾ അല്ല. 2 is a problem not being able to solve is controlling what is happening with the members of the group. പെഹിയ ഫസ്റ്റ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദിസ് ഇസ് എ ഹൊറിബിൾ എക്സ്പീരിയൻസ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. സോ വി ഷെയർഡ് ദ ലിങ്ക്. ഈ ടെക്നിക്കലായ ഗ്രൂപ്പിലും അല്ലാതെ നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് കോഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ജോയിൻ ചെയ്യുക ഈ ഗ്രൂപ്പിൽ. വി വർ സീയിങ് ആൻ ഇൻഫ്ലോ ഓഫ് സോ മെനി പാർട്ടിസിപ്പൻസ്. ദ തിങ് വാസ് ദ ലിങ്ക് വാസ് ഷെയർഡ് ഇൻ എ ലോട്ട് ഓഫ് 18+ groups. And the guys join and they start pinging the girls. And ഒരു ഇൻഫ്ലക്സ് ആണ്. All these girls are complaining, ഇത് ചേട്ടൻ ഇങ്ങനെ ഇത് ചെയ്തു, ഇത് കണ്ടു, ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു. All this is happening on WhatsApp. And we had to delete the group instantly. Few of our friends tried to hunt down the sources and just make them publicly apologize. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും this problem is there. We have tried on Telegram, but for some reason Telegram use ചെയ്യുന്ന പെൺകുട്ടികൾ ആക്ച്വലി കുറവാണ്. We tried moving the platform to Telegram. Even Telegramൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക് തന്നെ it's an weekly ഒരു കേസ് എങ്കിലും ഉണ്ട് of some random guy pinging them, talking absolute nonsense. I think Sripriya last day had a case where ഇങ്ങനെ ഏതൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ കോൾ ചെയ്തു, but he was doing an obscene scene on a video call. And she has filed a complaint, but this is another problem, right? When I come on accessibility kittiya platform il vannu kadiyumbam there are so many things happening otherwise. Appam ee oru reason konde we generally stick to WhatsApp and join cheyanamengil ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ വെറ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. So there is a hurdle there.
ഇത് സോൾവ് ചെയ്യാൻ അതുകൊണ്ട് മെയിലിംഗ് ലിസ്റ്റ് ഉണ്ട്. മെയിലിംഗ് ലിസ്റ്റ് ഉപദ്രവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ അതർ ദാൻ ദാറ്റ് ഇറ്റ് സക്സ്. പക്ഷേ ദിസ് ഇസ് എ ട്രൂത്ത്. ഇതുകൊണ്ട് മാത്രം ടെലിഗ്രാമിലെ ടെക്നിക്കൽ ഗ്രൂപ്പ്സിനെ അവോയ്ഡ് ചെയ്ത് ടെലിഗ്രാം ഡ്രോപ്പ് ചെയ്ത ഒത്തിരി പേരുണ്ട്. ഈ കംപ്ലയിൻറ്റ്സ് ഞങ്ങൾ കംപ്ലയിൻറ്റ്സ് അല്ല, ഈ ഒരു ഇഷ്യൂ ഞങ്ങൾ പല ടെക്നിക്കൽ ഗ്രൂപ്പിലെ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചി പൈത്തൺ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ കൊച്ചി പൈത്തണിൽ ഒത്തിരി അധികം മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അപ്പം ഞങ്ങൾ പെഹിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പിന് ലിങ്ക് ഷെയർ ചെയ്യാം. പൈത്തൺ പഠിക്കാൻ താല്പര്യമുള്ളവർ, റൂബി പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അടക്കം ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അഡ്മിന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പറഞ്ഞ് അയാളെ പുറത്താക്കുക എന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അക്സസിബിലിറ്റി മാത്രം പോരാ, സേഫ് എൻവയൺമെന്റ് സെക്കൻഡറി പ്രോബ്ലം. അപ്പം അതുകൊണ്ടാണ് ഐ തിങ്ക് that is a problem that I haven't been able to solve. That is very very sad to hear. കാരണം ഞാൻ ആലോചിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ആലോചിച്ചില്ല. I was thinking more that കൂടുതൽ 300 ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ജോയിൻ ചെയ്തൂടെ, ഒരു നല്ലൊരു ഗ്രൂപ്പ് അല്ലേ വന്നുകൂടെ എന്നുള്ളൊരു സംഭവമായിരുന്നു. അത് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചാലഞ്ച് which is a very cultural social problem that we have in the society. I mean that's a whole different discussion that can go somewhere to basically come up with. പക്ഷെ അതിനെക്കുറിച്ചും അതിനെതിരെയും ധാരാളം ആൾക്കാർ ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് മാത്രം വന്നില്ല. ഞാൻ മനോരമയില് എൻഫയുടെ ആർട്ടിക്കിൾ വായിച്ചിരുന്നു. വൈ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് to have strict rules to ensure that even the cyber world and other ways is made safe for people എന്നുള്ളത്, to at least follow their dreams. സ്വപ്നം കാണാനുള്ള അവകാശവും സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് ഒന്ന്, സ്വപ്നം അത് പിന്തുടർന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സ്പേസ് സൊസൈറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ പ്രോജക്ട്സ് ചെയ്യാറുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തൂടെ? അതായത് സംതിങ് ദാറ്റ് അപ്പൊ അതിലേക്ക് ഹുക്കിൻ ചെയ്തിട്ട് ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ആസ് എ ഗ്രൂപ്പ് ഹിയ ഫൗണ്ടേഷന് തുടങ്ങാൻ പറ്റുന്ന പ്രോജക്ട്സ് വേർ നമ്മളുടെ നാട്ടിലെ ചില പ്രശ്നങ്ങൾ കണ്ടിട്ട് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇനീഷ്യേറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് and get people hooked up into it and then leave it, then let it go its own life എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? The thing is, ഞാൻ ഇപ്പോഴാണ് ജോലിക്ക് കയറിയത്. ഇപ്പോൾ ഇതുവരെ കോളേജ് ആയിരുന്നു. സോ there was a limitation in how much amount of time I can spend on different programs. അപ്പം so far നമ്മുടെ sole focus is on ഒന്നും അറിയാത്ത കുട്ടികളെ ടെക്നോളജി ഒന്നും പരിചയപ്പെടുത്തുക, ഇഷ്ടമുള്ളൊരു സ്ട്രീമിലേക്ക് പറഞ്ഞു വിടാം. പിന്നെ അവിടുന്ന് പഠിക്കാൻ സെൽഫ് ലേണിങ്ങിൻ്റെ ഒരു കൾച്ചറൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിലായിരുന്നു ഇതുവരെ ഫോക്കസ്. ഓപ്പൺ സോഴ്സ് എൻഡിൽ വി യൂഷ്വലി കണക്ട് ദം ടു ഓപ്പൺ സോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന വേറെ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം റെയിൽസ് ഗേൾ സമ്മർ ഓഫ് കോഡ്, ഗൂഗിൾ സമ്മർ ഓഫ് കോഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ലീപ് കോഡിൻ്റെ ഒരു പുതിയ പ്രോഗ്രാം ഇറങ്ങുന്നുണ്ട്, സോളി ഫോക്കസ്ഡ് ഓൺ ഗേൾസ്, ഔട്ട് റീച്ച്. അപ്പം ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചേച്ചിമാരൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുക, അവരെ എൻകറേജ് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ആംഗിളിലാണ് സോഫാർ ഞങ്ങൾ പോയിട്ടുള്ളത് ഓൺ ദ ഓപ്പൺ സോഴ്സ്. ഞാൻ ഇടയ്ക്ക് ഐ ഫൊർഗെറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് 2020 പാസ്സായെന്നുള്ള ഞാൻ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ഞാനൊരു വെറ്ററനോട് സംസാരിക്കുന്ന മാതിരി ചില കാര്യങ്ങൾ, ബിക്കോസ് യു ഗോട്ട് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓൺ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ ഐ എം ഫൊർഗെറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് കോളേജ് പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുള്ളൂ എന്നുള്ള ഞാൻ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. സോ സോറി ഫോർ ദാറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വേറെ ധാരാളം ആൾക്കാർ ടെക്കില് പെൺകുട്ടികളുണ്ട്. ലോട്ട് ഓഫ് കഴിഞ്ഞ ദിവസം ഞാനൊരു I was listening to a podcast about നെയ്ബർഹുഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ് ഈ നെയ്ബർഹുഡിലെ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റ്സ് എ വുമൺ ഹു ഹാസ് സ്റ്റാർട്ടഡ് ദാറ്റ്.
I mean, she was probably working, I think she was working in Google or some other company before that. കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. Then she started. അപ്പൊ ധാരാളം ആൾക്കാർ ഉണ്ട്. ഇപ്പം എൻ്റെ വൈഫൊക്കെ VMware when she was working with VMware, she was part of the Women in Technology group. And അപ്പൊ അതിൽ കുറെ ഈവൻസും കാര്യങ്ങളൊക്കെ നടത്തും. നോട്ട് ജസ്റ്റ് ഫ്രം ടെക് സൈഡ് കേട്ടോ, പല പല ഏരിയാസിലും ഉള്ള ഓരോ ഏരിയാസിലും എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹൗ ദേ ഹാവ് സ്ട്രഗിൾഡ് ആൻഡ് ഗോട്ട് ഇൻ ടു സർട്ടൺ പൊസിഷൻസ്, അവരൊക്കെ വന്നിട്ട് സംസാരിക്കുകയും അങ്ങനത്തെ ഒരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടി ജനറലി. കാരണം കോളേജിലുള്ള പോലെ തന്നെ ഒരു കമ്പനിയിലും കോർപ്പറേറ്റ് സെക്ടറിലും ഇതേപോലെയുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുള്ളത് ഒബ്വിയസ് ആയിട്ട് അല്ലെങ്കിലും സട്ടിലായിട്ട് പല രീതിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം, ആ ബാരിയറിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതാണ് ഈ ഗ്രൂപ്പുകൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡു യു ഹാവ് ലിങ്ക്സ് വിത്ത്, ഇപ്പൊ എൻ്റെ കൂടെയൊക്കെ പഠിച്ച ധാരാളം പെൺകുട്ടികൾ, ദേ ആർ ഓൾ ഡൂയിങ് എക്സ്ട്രീംലി വെൽ, പല പല റോളുകളിൽ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഐ എം അസ്യൂമിങ് ദാറ്റ് 93 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടും എത്രയോ പെൺകുട്ടികൾ പല പല കമ്പനികളിലൊക്കെ ജോലിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് and they will be more than willing and happy and to come and work with the organization that is there to help, mentor, guide. അത് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? No, so far here was എന്താ പറയാ, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതിന് ചുറ്റുമുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നൊരു മോഡലായിരുന്നു. സോ ഓൾവേസ് അറ്റൻഷൻ വാസ് ഓൺ പീപ്പിൾ ഹു ആർ ഇൻ കോളേജ്, അല്ലെങ്കിൽ സ്കൂളിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയ ആ ഒരു 4 to 5 year ഏജ് ഗ്യാപ്പ്. കോർപ്പറേറ്റ് സൈഡിലേക്ക് കമ്പനി കയറട്ടെ. സോ ഞാനിപ്പം ജോയിൻ ചെയ്ത കമ്പനി, ദേ ഹാവ്, ഞാൻ UST ഗ്ലോബലാണ് ജോയിൻ ചെയ്തത്. ദേ ഹാവ് അമേസിംഗ് ഡയവേഴ്സിറ്റി ഇനീഷ്യേറ്റീവ്. അപ്പം എന്താണ് സംഭവിക്കുന്നത് കോർപ്പറേറ്റിൽ, ഹൗ ഇസ് ലൈഫ് ലൈക്ക്. അപ്പം ഇതുവരെ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ പല ഫ്ലാറ്റിൽ നിന്നിട്ടുള്ള റൂംമേറ്റ്സിന്റെ കഥയൊക്കെ കേട്ടാണ് കോർപ്പറേറ്റിൽ എന്താണ് സംഭവിക്കുക ഒരു ഐഡിയ ഉള്ളത്. ഐ വോണ്ട് ടു സീ ഫോർ മൈ സെൽഫ്. ഓഫീസിലൊക്കെ പോയി ദെൻ തിങ്ക് അബൌട്ട് ഹൗ വി കൻ എക്സ്റ്റെൻഡ്. പക്ഷേ ജോയിൻ ചെയ്തെങ്കിൽ ഓഫീസിൽ പോകാനൊരു യോഗം ഉണ്ടായിട്ടില്ല. അപ്പം സൂൺ മേ ബി കൊറോണയ്ക്ക് ഇന്ന് കഴിയട്ടെ, ഐ തിങ്ക് ആ ഒരു സൈഡിലേക്ക് പയ്യെ നോക്കി തുടങ്ങും. Again, I am forgetting the fact that ജോലി അത് വീണ്ടും ഉണ്ട്. ഞാനത് പലപ്പോഴും അതാണ് എൻ്റെ ഒരു സോ ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു കോളേജ് ടൈം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ജോലിക്ക് വന്നിട്ടുള്ളത്. സോ there's a long way to go. I mean, these are all possibilities, you know. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, if you want people to start communicating, work with you and all those things, അവരൊക്കെ ചിലപ്പോൾ they're only one ask away. കാരണം സന്നദ്ധരായിട്ട് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ കരിയറിൽ ഉണ്ടായ ഐ മീൻ ദ ഗുഡ് തിങ്സ് ആൻഡ് ദ ബാഡ് തിങ്സ് ദാറ്റ് ദേ ഹാഡ് ടു ഫേസ്. ഈവൻ വലിയൊരു ഏരിയ ഉള്ളത്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഒരു കരിയറിന്ന് ഡ്രോപ്പ് ആയിട്ട് പിന്നെ ഒരു ഗ്യാപ്പോട് കൂടിയിട്ട് ഒരു 7-8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം കരിയറിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ലോകത്തിൽ പല സ്ഥലത്തുമായിട്ടുണ്ട്. അതൊരു വലിയൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ആവശ്യമുള്ള ഒരു ഏരിയയും കൂടെയാണ് അത്, ട്രെയിനിങ് ആയാലും. അപ്പൊ ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ലെറ്റ് us say that ഒരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ സമയത്ത് ഡ്രോപ്പ് ചെയ്തു കരിയർ എന്ന് വിചാരിക്കാം. എന്നിട്ട് ഒരു 10 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് 38 years ആവുന്ന സമയത്ത് ദാറ്റ് പേഴ്സൺ ഇസ് ട്രൈങ് ടു കം ഇൻ ടു. അപ്പം ആ 38 വയസ്സുള്ള അവര് അധികവും അവരുടെ 38 വയസ്സുള്ള ആൾക്കാരുമായിട്ടും 40 വയസ്സുള്ള ആൾക്കാരുമായിട്ടാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങളെ പോലെ വളരെ യങ്ങർ ആയിട്ടുള്ള ഒരു ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ആ ഒരു ലേണിംഗ് ഒരു എനർജിയാണ് വേണ്ടത് ആ സമയത്ത്. ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് വേണ്ടത്. കാരണം ഈ ഒരു 10 വർഷത്തെ ഗ്യാപ്പ്, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഈ 10 വർഷം വയസ്സേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. നമ്മൾ വീണ്ടും തിരിച്ച് ആ നോളേജ് ബേസിൽ വി ആർ ആക്ച്വലി ഗോയിങ് ബാക്ക്. സോ ഇറ്റ് ബിക്കംസ് വെരി, ആ സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും ഇവർക്ക് ടു ഡു ദാറ്റ്, റാദർ ദാൻ ഈ 10 വർഷം ഗ്യാപ്പ് എടുക്കാണ്ട് കോർപ്പറേറ്റ് വേൾഡിൽ തന്നെ ജീവിച്ച ഒരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. വൺസ് യു
സെറ്റിൽ, ഗെറ്റ് ടു വർക്ക് ആൻഡ് ദെൻ ഗെറ്റ് എ ഫീൽ ഓഫ് ഗോയിങ് ഇൻ ടു ഓഫീസ് ഓൾസോ. കാരണം അതിനിപ്പോൾ എപ്പോഴും ഉണ്ടാവുമെന്നുള്ള അറിഞ്ഞൂടെ, ഒരു കൊല്ലം എന്തായാലും എടുക്കുന്നുണ്ടാവും ഒരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇഫ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. Yeah, I think there is a group called Prayana. നമ്മുടെ കൊച്ചിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. Their sole focus, at least core focus is on ഈ come back to work strategy, right? ഈ ഗ്യാപ്പ് എടുത്ത് തിരിച്ചു വന്നവരുടെ I think they are really doing amazing work. That's more general, എല്ലാ ഫീൽഡിൽ നിന്നുമാണ്. But so I think ചന്ദ്ര മാമുമായിട്ട് സംസാരിക്കുമ്പോൾ I've really seen ഈ ഗ്യാപ്പിൻ്റെ ഒരു പ്രോബ്ലം തിരിച്ചു വന്നു കഴിയുമ്പം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ. That is definitely, major problem. I think കൂടുതലും സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. Somewhere that everybody can really work on. കോളേജിൽ പഠിക്കുന്ന ലെറ്റ്സ് ഗെറ്റ് ടു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഡിസംബറിൽ then I spent about 45 days in Kerala and I traveled across Kerala. കുറേ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പോയി കുറേ പേരോട് സംസാരിക്കുകയും ചെയ്തു. And one of the things that I found is, they had a better idea of what needs to be done than ഞാൻ 93 ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഐഡിയനെക്കാട്ടും എത്രയോ ബെറ്റർ ഐഡിയ ഉണ്ട് ആൾക്കാർക്ക്. കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൂടുതൽ ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ 93 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് യു കുഡ് ഗ്രാജുവേറ്റ് ആസ് എ വെരി ബാഡ് എഞ്ചിനീയർ ആൻഡ് സ്റ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. അത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, പക്ഷെ ഇന്ന് കൂടുതൽ പേര് പാസ്സാവുന്നുണ്ട്, കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം സ്കിൽസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. Now, one of the things എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു എംപ്ലോയബിലിറ്റി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, സോ ദാറ്റ് they know what their employability potential is എന്നുള്ളത്. ഒരു 3-ാം വർഷം ആകുമ്പോഴേക്കും, ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ഒക്കെ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് എന്താ. ഇപ്പം എൻഫയ്ക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം ടെക്നോളജി ആയതുകൊണ്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ടെക്നോളജി, എന്ത് ടെക്നോളജി, അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടെക്നോളജി പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ യു സ്റ്റാർട്ട് ലേണിംഗ് ദാറ്റ്, റൈറ്റ്? അതല്ലാത്ത വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, what do you think ഇറ്റ് ഷുഡ് ബി ഡൺ. അത് എംപ്ലോയബിലിറ്റി വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കേട്ടോ. ഇന്നും ധാരാളം ആൾക്കാരുടെ കോളേജിൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എംപ്ലോയബിലിറ്റി അതൊക്കെ വരുമ്പോൾ ആലോചിക്കുക, ഇപ്പം ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അടിച്ചു പൊളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അടിച്ചു പൊളിക്കേണ്ട, ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുവിധം പഠിച്ച ആൾക്കാരും, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ അടിച്ചു പൊളിക്കലിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. ബട്ട് എന്തായിരിക്കും അവരൊരു എംപ്ലോയബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ ടെക്നോളജി എന്നുള്ളത് ഇപ്പോൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിലും ഒരു ടെക്നോളജി എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിൽ അതിനെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് വാട്ട് ആർ യുവർ തോട്ട്സ്? ജസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ്, എന്താണ് തോട്ട്സ് ഉണ്ടാവുന്നത്? ഹൈലി ടെക് ബയസ്ഡ് ആണ്, ബിക്കോസ് അതേ അറിയത്തുള്ളൂ, അതിനെ പുറത്തേക്ക് അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ബട്ട് ഐ തിങ്ക് രണ്ട് ഫാക്ടർ, വൺ ഇസ് ദ സിസ്റ്റം ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു. 4 കൊല്ലം, അപ്പം ഞാൻ ബിടെക് ആയതുകൊണ്ട് 4 കൊല്ലം, വട്ട് എവർ ഇറ്റ് ഈസ്, അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം യു ആർ ഗെറ്റിംഗ് ഇൻ ടു, അതിന് ഡെഫിനറ്റ്ലി ഹാസ് എ ഹ്യൂജ് റോൾ. 2, വാട്ട് യു ഡു ഔട്ട് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിലൂടെ ആണല്ലോ എല്ലാവരും പോകുന്നത്. വാട്ട് യു ഡു ഔട്ട് ഓഫ് ദ സിസ്റ്റം ടു സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ ക്രൗഡ്. I think എൻ്റെ ഏജ് ഗ്രൂപ്പിൽ a good majority people, I think അവരുടെ ഒരു they think അങ്ങ് സംഭവിച്ചോളും എന്നൊരു, അതായത് ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പം എത്ര എഫേർട്ട് ഇട്ടാലും നമ്മളൊക്കെ പാസ്സാവും. ടീച്ചർ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാക്കി വിടാറുണ്ട്. ഒരു മോഡറേറ്റ് എഫേർട്ട് എടുത്താലും ലൈഫ് മുമ്പോട്ട് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അത് കോളേജ് വന്നു കഴിയുമ്പോഴും അല്ലെങ്കിൽ വാട്ട് എവർ ഡിഗ്രി ആർ ഗെറ്റിംഗ് വന്നു കഴിയുമ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതൊരു മണ്ടത്തരമാണ്. അപ്പം +2 കഴിഞ്ഞ് കഴിയുമ്പം നമുക്കറിയാം ഏത് ഫീൽഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്ന്. അവിടെ വെച്ച് പണി സ്റ്റാർട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ സെറ്റ് ആവുമല്ലോ. ഇപ്പം നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി എന്ന് വെച്ച് നല്ലൊരു എഞ്ചിനീയർ ആവും എന്നതൊരു ഗിവൺ ആണെന്ന് എല്ലാവരും അസ്യൂം ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒന്ന് ഡെഫിനറ്റ്ലി അപ്പം സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ KTU ബാച്ചാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തപ്പേരുള്ളൊരു ബാച്ചാണ്. പക്ഷേ
ഐ തിങ്ക് കമ്പയർ ടു എൻ്റെ സീനിയേഴ്സ് പഠിച്ചിറങ്ങിയ സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് KTU കുറച്ചുകൂടി ഭേദമായിട്ടുണ്ട്. ഐ ഡോണ്ട് സേ ഇറ്റ്സ് പെർഫെക്റ്റ്, ബട്ട് ഇറ്റ്സ് ഭേദമായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയറിൽ ഐ തിങ്ക് ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിന്റെ സ്പെസിഫിസിറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഭയങ്കര ജനറൽ ആയിരുന്നു, സാധാ എഞ്ചിനീയറിംഗ് പോലെ. സെക്കൻഡ് ഇയറിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ടോപ്പിക് വരുമ്പോൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നവരുടെ സറൗണ്ട് ചെയ്യുന്ന ടോപ്പിക്സിനെ കുറിച്ച് ഒത്തിരി ഡിസ്കഷൻ, അതായത് എന്താണ് ചിന്തിക്കേണ്ടത്, പ്രോസസ്സസ് എന്താണ്, അങ്ങനെ കുറച്ച് ഡിസ്കഷൻ സെക്കൻഡ് ഇയർ സംഭവിച്ചു. അത് കഴിഞ്ഞ് വി വർ ഗിവൻ ഡിസൈനിനെ കുറിച്ചൊരു ക്ലാസ് വന്നു. ഇൻ ജനറൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പം ഡിസൈനിനെ കുറിച്ചൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഇൻ വിച്ച് ഡിസൈൻ പഠിക്കുക എന്നതായിരുന്നു. ജനറലി എല്ലാ സാധനത്തിനും ഡിസൈനിനെ കുറിച്ച് എന്താ ആലോചിക്കണം. അടുത്ത ഇയർ വന്നു കഴിഞ്ഞപ്പം ഒരു പ്രൊഡക്റ്റിനെ പൊളിച്ചടക്കി പഠിക്കുക എന്നൊരു ആംഗിൾ. ഇപ്പം ഞാൻ നെറ്റ്ഫ്ലിക്സ് ആണ് പഠിച്ചത്. നെറ്റ്ഫ്ലിക്സ് ഹിസ്റ്ററി, ടെക്, സ്റ്റാക്ക്, ആൾക്കാർ, ചുറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. അടുത്ത സെം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും, അടുത്ത സെം എന്നൊക്കെ പറയുമ്പോൾ ഫൈനൽ ഇയർ എത്തി കേട്ടോ. ഫൈനൽ ഇയർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടെക്നോളജി, ഞാൻ പൈത്തൺ ഇൻട്രൊഡ്യൂസ് ആയത് കമ്മ്യൂണിറ്റിയിലെ പലരെയും പോലെ അല്ല. എന്നെ കോളേജാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കമ്മ്യൂണിറ്റീസിലേക്ക് എന്നെ കോളേജാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അത് കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനൽ ഇയർ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയ എല്ലാ ഫീൽഡും ഒന്ന് തൊട്ടിട്ടുണ്ട്. അത് കോഡിങ് മാത്രമല്ല കേട്ടോ. ഇപ്പം സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് ആയാലും പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആയാലും ആ സൈഡിലും എല്ലാം ഒരു പീസ് സബ്ജക്റ്റ് കിടപ്പുണ്ട്, നിരന്ന് കിടപ്പുണ്ട്. ഫൈനൽ ഇയർ എത്തിക്കഴിഞ്ഞപ്പം എന്താണ് നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് വാസ് റിയലി അമേസിങ്. അപ്പം അവർ സ്ട്രിക്ട്ലി ആ ഒരു ആംഗിളിൽ നിന്ന് തന്നെയായിരുന്നു എന്താണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക, പാസ്സാവാൻ ഒരു പ്രൊജക്ട് എന്നതിനപ്പുറം എന്താണ് ബിൽഡ് ചെയ്യാൻ പറ്റുക, അതിന് ചുറ്റും സറൗണ്ട് ചെയ്യുന്ന തിയറി എന്താണ്, ഇപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പം എല്ലാ കോളേജിലും ഇങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുത്തി പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ ഉള്ള എൻവയൺമെന്റ് ഉണ്ടാക്കി തരുമായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോൾ ഞങ്ങളത് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉറപ്പാക്കി. അപ്പം സിസ്റ്റത്തിലൂടെ കള്ളത്തരം ഒന്നും ചെയ്യാതെ പോയ എൻ്റെ ബാച്ചിലെ എല്ലാ കുട്ടികളും ആക്ച്വലി ബെറ്റർ ദാൻ ദ റെസ്റ്റ്. എനിവേ എംപ്ലോയബിലിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ ദാൻ ദ റെസ്റ്റ്. അറ്റ്ലീസ്റ്റ് തന്നെ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ, അല്ലെങ്കിൽ പുറത്ത് എന്താണ് സംഭവിക്കുക, അവർ എവിടെയാണ് ഈ ക്രൗഡിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ എങ്കിലും എൻ്റെ ബാച്ച്മേറ്റ്സിൽ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ എംപ്ലോയബിലിറ്റി, പഠിച്ചൊരു പേപ്പർ ഡിഗ്രി എന്നതിനപ്പുറം പിള്ളേർ എംപ്ലോയബിൾ ആകണം എന്ന ആറ്റിറ്റ്യൂഡോടാണ് സിസ്റ്റം ഡിസൈൻ ആവുന്നതെങ്കിൽ ഐ തിങ്ക് കുറേയൊക്കെ പ്രോബ്ലം സോൾവ് ആവും. ചുമ്മാ പേപ്പർ ജസ്റ്റ് പാസ് പേപ്പർ പാസ്സായി പിള്ളേർക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊടുക്കുക, ഫീസ് വാങ്ങുക, കാര്യം നടത്തി പോവുക എന്നൊരു ആറ്റിറ്റ്യൂഡിന് അപ്പുറമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതാണ് ഇപ്പം ഐ തിങ്ക് KTUവിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയും KTU വെച്ചൊരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഏതായാലും കണ്ടിട്ടുണ്ട്. സിസ്റ്റം ഇസ് നോട്ട് പെർഫെക്റ്റ്, ഒത്തിരി ഇനിയും ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഐ തിങ്ക് സിസ്റ്റത്തിൽ കള്ളത്തരം ഒന്നും ചെയ്യാതെ പോകുന്ന പിള്ളേരിൽ എംപ്ലോയബിലിറ്റിയുടെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഐ ഹവ് സീൻ ഒരു വലിയൊരു വ്യത്യാസം. രണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്, സിസ്റ്റത്തിലൂടെ എല്ലാവരും പോകുന്നുണ്ട്, അപ്പൊ എങ്ങനെ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ C++ മാത്രം മനസ്സിലാക്കി വന്ന ഒരാൾ, അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പുറത്ത് എന്താണ് അവിടെ കിടക്കുന്നത് എന്നൊരു ജെന്യുവൻ ക്യൂരിയോസിറ്റി, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഫീൽഡിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പം എവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ബ്രാഞ്ച് ഏതാണ് എന്ന ആംഗിളിൽ പോകുന്നതിനെക്കാട്ടി, എവിടെയാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പം എല്ലാത്തിനെയും കുറിച്ചൊരു ചെറിയ ഐഡിയ ഉണ്ടായിട്ട് എൻ്റെ ഹാർട്ട് എവിടെയാണ്, എന്താണ് എനിക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, കുറച്ച് 4 കൊല്ലം കമ്മിറ്റ് ചെയ്യാൻ എനിക്ക് ഏത് സബ്ജക്റ്റിലാണ് പറ്റുക, അതൊന്ന് ഡെഫിനറ്റ്ലി സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു ജെന്യുവൻ ക്യൂരിയോസിറ്റിയോടെ ആ സബ്ജക്റ്റിനെ ഹാൻഡിൽ കാണുക. അപ്പം കമ്പ്യൂട്ടർ സയൻസ് എന്ന് വെച്ചാൽ ഒരു MNCയിൽ ജോലി കിട്ടി ലൈഫ് സ്റ്റേബിൾ ആക്കുക എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇത്രയും പേര് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് ഇതുപോലെ സംസാരിക്കുന്നത്, എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എൻ്റെ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത് എന്നൊരു ജെന്യുവൻ ക്യൂരിയോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനം എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യത്തോടെ ബ്രാഞ്ചിനെ, അപ്പം ലിറ്ററേച്ചർ ആണെങ്കിലും ഐ തിങ്ക് ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഐ തിങ്ക് ഇതേ ഒരു ആറ്റിറ്റ്യൂഡോടെ തന്നെ. അപ്പം ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പലതരം ബ്രാഞ്ചസ് IoT തൊട്ട് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആണ്, എല്ലാത്തിൻ്റെയും ഒരു പീസ് വീതം
ഒന്ന് ഈ മധുരക്കടയിൽ പോയി ടേസ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു മോഡായിരുന്നു. എല്ലാത്തിനും ഒരു വർക്ക്ഷോപ്പിന് പോയി ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ട് ഇതിലാണ് യുനോ എൻ്റെ ഹാർട്ട്. അതിപ്പം ഐ തിങ്ക് എല്ലാ ഫീൽഡിലും ഉണ്ടാവും, ലിറ്ററേച്ചറിലാണെങ്കിലും ഏത് സൈഡിലാണെന്ന് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പം മെഡിസിനിലാണെങ്കിലും ഉണ്ടല്ലോ, ഫീൽഡ്സ് ഉണ്ട്, സബ് ഫീൽഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ ഫീൽഡിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തികളെ കണ്ടുപിടിക്കുക, അവരുടെ വർക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അതാണ് ഞാൻ സാധാരണ ഇപ്പം വെറും പൈത്തണും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റൊന്നും AI കയറിയപ്പോഴും ഞാൻ ചെയ്ത ഇതാണ്. ആരാണ് ഈ ഫീൽഡിൽ ഇപ്പം എക്സ്പേർട്സ് ആയി നിൽക്കുന്നത്, ആരെക്കുറിച്ചാണ് ആരുടെ വർക്കിനെ കുറിച്ചാണ് ആൾക്കാർ കൂടുതൽ സംസാരിക്കാറുള്ളത്, ഏതാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളത്, അങ്ങനെ ഉള്ളവരുടെ ലൈഫ് കുറച്ചൊന്ന് ഫോളോ ചെയ്യുക. എന്താണ് അവരെ സംസാരിക്കുന്നത്, എങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് അവർ വന്നത്. ഇങ്ങനെ വരുമ്പം ഐ തിങ്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് ഗുഡ് ടു നോ 20-30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർ എന്ത് ചെയ്തു എന്ന് അറിയുന്നത് ഇസ് ഓസം. അതിൻ്റെ കൂടെ ഇപ്പം യങ് ആയ ആ ഫീൽഡിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യും, കാരണം ലേണിംഗ് പ്രോസസ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക. കുറച്ചൊക്കെ ഡെയിലി ലൈഫിൽ ഐ തിങ്ക് എനിക്ക് അപ്പം സോഷ്യൽ മീഡിയ ഒത്തിരി ഐ തിങ്ക് നമ്മുടെ ജനറേഷൻ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് സംതിങ്, ഉറപ്പായിട്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് വിൽ റിഫ്ലക്ട്, നിങ്ങളുടെ ആഡ്സ് വിൽ റിഫ്ലക്ട് അതിനെക്കുറിച്ച് പാഷനേറ്റ് ആണെങ്കിൽ. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുക എല്ലായിടത്തും. ഉറപ്പായിട്ടും സിമിലർ ഇപ്പം ഐ തിങ്ക് ഗോപി ഒരുപക്ഷെ സംസാരിച്ചാണ്, കൊച്ചിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ടെക് അറ്റ്മോസ്ഫിയർ എന്ന പോലെ തന്നെ ദാറ്റ് സ്പേസ് ഇസ് ഓൺ ദി ഇന്റർനെറ്റ് ഓൾസോ. അപ്പം ആ ഇന്റർനെറ്റിലും ആ സ്പേസിലേക്ക്, അപ്പം എവറിത്തിങ് ഇസ് എക്കോ ചേംബർ, ആ ഏത് ചേംബറിലേക്ക് നമ്മൾ കയറുന്നു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പം തന്നെ ഐ തിങ്ക് നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെന്റ്, നമ്മുടെ എയിം, നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി എനിക്ക് കിട്ടണമെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഇത്രയും കോമ്പറ്റേറ്റീവായ ഫീൽഡിൽ എനിക്ക് എംപ്ലോയബിൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഒരു ഓർഗാനിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പം അങ്ങനെയുള്ളതിൽ തന്നെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ദ തിങ് ഇസ്, ഇപ്പം നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ദേ ആർ ജസ്റ്റ് വൺ ആസ്ക് അവേ. മോസ്റ്റ് ഓഫ് ദ ടൈം ലിങ്ക്ഡിനിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഐ എം നോട്ട് ടെല്ലിങ് എവറിത്തിങ് ഇസ് എ സക്സസ്, പക്ഷെ എന്നാലും കുറേ പേരോടൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു DM അയച്ചിട്ടാണ്. അപ്പം വി ഓഫൻ ഡു ദാറ്റ് ഫോർ നമുക്ക് ഇഷ്ടമുള്ള മൂവി സെലിബ്രിറ്റീസ് ആൻഡ് വാട്ട് നോട്ട്. റീച്ച് ഔട്ട് ടു ദം, genuinely tell them, see, I'm trying to learn something, പക്ഷെ I'm a bit confused. ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ what did you do? I really appreciate the work you have done. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ എംപ്ലോയബിൾ ആവുമെന്ന് സോൾവ് ആയി, ബിക്കോസ് യു ആർ ദയർ ഇൻ ദ മിഡിൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. എന്ത് പഠിക്കണം എന്നൊക്കെ ഓർഗാനിക്കലി യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പം യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്. എംപ്ലോയബിൾ ആകുന്നതിനേക്കാൾ ഹൗ ഐ ക്യാൻ മേക്ക് മൈസെൽഫ് യൂസ്ഫുൾ സോ ദാറ്റ് പീപ്പിൾ എംപ്ലോയ് മീ എന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ മാറുകയും ഐ തിങ്ക് ദ ഹോൾ എൻവയൺമെന്റ് ചേഞ്ചസ് കംപ്ലീറ്റ്ലി. പിന്നെ ഐ തിങ്ക് ഇസ് ടു അപ്ലൈ, റിസൾട്ട് കെയർ ചെയ്യാതെ അപ്ലൈ ചെയ്യുക ഫോർ ഓൾ സോർട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ജോബ്സ് മാത്രമല്ല, സ്കോളർഷിപ്സ് ആസ് വെൽ ആസ് ഫെലോഷിപ്സ്. അപ്പം ഇങ്ങനത്തെ ഐ തിങ്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റ് ആയിരുന്നു ഗൂഗിളിൻ്റെ WTM സ്കോളർഷിപ്പ് കിട്ടിയപ്പം. ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞ ആ ഫെലോഷിപ്പിൻ്റെ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും there were discussions on employability, how I can make myself stand out and see what others are doing. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പം there is not one short answer. I think ബ്രീഫായി പറയുകയാണെങ്കിൽ put yourself in such an environment so that question is automatically answered for you. ഓർഗാനിക്കലി അണ്ടർസ്റ്റാൻഡിങ് വന്നോളൂ. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദ സിസ്റ്റം, ഡു വാട്ട് എവർ യു ക്യാൻ ടു ഫിക്സ് ദ സിസ്റ്റം ആസ് വെൽ ആസ് ഫിക്സ് ദ എൻവയൺമെന്റ് ദാറ്റ് യു ആർ ഇൻ. സിനിമയെക്കുറിച്ച് ഒത്തിരി പാഷനേറ്റ് ആൾക്കാരുടെ നടുക്ക് നിന്നിട്ട് ഐ കനോട്ട് ബി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓൺ ഹൗ ടു ബിക്കം എ ബെറ്റർ ഡോക്ടർ. അപ്പം ഐ തിങ്ക് ഫിക്സ് യുവർ എൻവയൺമെന്റ്, ഫിക്സ് ദ സിസ്റ്റം. No, that's a very valid thing. കാരണം നമ്മളുടെ ഈ സ്കൂൾ സിസ്റ്റത്തിനും കോളേജ് സിസ്റ്റത്തിനും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എല്ലാതും 4 വർഷമാണ് എഞ്ചിനീയറിങ്.
കമ്പ്യൂട്ടർ പഠിക്കാനും 4 വർഷം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനും 4 വർഷം, ബയോടെക് പഠിക്കാനും 4 വർഷം. അപ്പൊ എന്താ എക്കണോമിക്സും ഹിസ്റ്ററിയും പഠിക്കാൻ എന്താ 3 വർഷം മതിയോ? പോരാ. അപ്പം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എന്ത് സബ്ജക്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആർട്സ് ആണെങ്കിൽ 3 വർഷവും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 വർഷം. ആ 1 വർഷം എന്തിനാണ് എന്നുള്ളത് തന്നെ പലപ്പോഴും ഒരു അങ്ങനെയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗും വേറൊരു എഞ്ചിനീയറിംഗും തമ്മിൽ 4 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് 3ഉം 2ഉം 1ഉം ഒക്കെ ആയിക്കൂടെ? 5 വർഷം 6 വർഷം ആയിക്കൂടെ? എന്തിനാണ് നമ്മൾ ഈ 4 വർഷത്തിൽ നിർത്തിയെന്നുള്ള പലപ്പോഴും അത് ഒരു ഇന്നൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, മുമ്പിൽ ആൾക്കാർ ചോദിക്കാത്തത്. ഇപ്പം another thing what you said is ഫെലോഷിപ്സും സ്കോളർഷിപ്സും അങ്ങനത്തെ, കാരണം ആ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, ഒരു മൈൻഡ് സെറ്റിൽ തന്നെ മാറും വെൻ യു ഗെറ്റ് ഇൻ ടു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ലോകത്തിനെ കാണുന്ന ഒരു വീക്ഷണം തന്നെ മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് വെരി വാലിഡ്. ആൻഡ് ഐ എം സർപ്രൈസ്ഡ് ദാറ്റ് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ നിങ്ങളുടെ സെക്കൻഡ് ബാച്ച് ആണല്ലേ KTU ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഐ റിമെമ്പർ ഫസ്റ്റ് ബാച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് മെയ്ഡ് എ വീഡിയോ, ആരോ കോൺടാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബാച്ച് ഓഫ് KTU പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ നെറ്റ്ഫ്ലിക്സിനെ പഠിക്കുക അതൊരു നല്ലൊരു ഇതാണ്. കാരണം ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയെയും അതിൻ്റെ ടെക് സ്റ്റാക്കും അത് ഗ്രോ ചെയ്തും വന്നതും ആ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ മനസ്സിലാക്കുക എന്നൊരു ഫാക്ടർ ഉണ്ട്. ആൻഡ് ഐ തിങ്ക് അത് വളരെ വാലിഡ് ആണ്. കാരണം ഇന്നും ജോലി ചെയ്യുന്ന പല ആൾക്കാർ പോലും ആ രീതിയിൽ ഇതിനെ പഠിച്ചോളണം എന്നില്ല. ഇപ്പൊ ടെക് ഫീൽഡിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ബിസിനസ്സിന് പുറത്തായി എന്നുള്ള അല്ലാണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ടെക്നോളജി സൈഡ് എന്താണ് അവർ ചെയ്തിരുന്നതെന്നോ എന്താണ് അവരുടെ ടെക് സ്റ്റാക്ക് എന്നുള്ളതൊന്നും ആൾക്കാർ ചിലപ്പം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അത് പഠിപ്പിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി an added advantage. And I think ഈവൻ ഒരാളുടെ വർക്ക് പഠിക്കുക എന്നത് അത് ഐ തിങ്ക് ദാറ്റ് കണക്ട്സ് എ ലോട്ട് വിത്ത് ഹൗ എൻ ആർട്ടിസ്റ്റ് വുഡ് ബി. ഇപ്പം ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാള് അവർക്കൊക്കെ അല്ലെങ്കിൽ സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ, ഇവർക്കൊക്കെ ഒരു ഐഡിയൽ ഉണ്ടാവും. അവർ വളരെ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ആക്ടേഴ്സ്, ഫിലിമിലുള്ള ആക്ടേഴ്സ്, അവർ ചില ആൾക്കാർ അഭിനയിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ അൽപച്ചീനോനെയാണ് ഞാൻ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പം ചില പുതിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇറക്കി തോന്നി ഇതെന്തേ മോഹൻലാലിനെ വരെ അഭിനയിക്കണമെന്ന് തോന്നും, അല്ല എന്തേ മമ്മൂട്ടിനെ വരെ അഭിനയിക്കണമെന്ന് തോന്നും. കാരണം അതാണ് ഇവര് കണ്ടിട്ടുള്ള വളർന്നത്. അപ്പം ടെക്കിലും ആ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട്. ഒരാളുടെ എങ്ങനെ കോഡ്, എന്താണ് അവർ ചെയ്യുന്നത്, എങ്ങനെ അവർ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്. ഈ ലിങ്ക്ഡിൻ എപ്പോഴാണ്, വെൻ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ലിങ്ക്ഡിൻ? ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നതാണ്, കോളേജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ലിങ്ക്ഡിനിൽ വേണം എന്നുള്ളത്. സോ വെൻ ഡിഡ് യു സ്റ്റാർട്ട് വിത്ത് യൂസിങ് സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷണൽ ആംഗിളിൽ, എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ആംഗിളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയ എപ്പോഴാണ്? ഫസ്റ്റ് ഇയർ ആക്ച്വലി. ഫസ്റ്റ് ഇയർ IEEE ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് പാസ് ഔട്ട് ആയ ചേട്ടന്മാരും അവിടെ നിൽക്കുന്നവർ. അപ്പം അത് തുറലേക്ക് നോക്കുമ്പം എന്ത് ചെയ്താൽ ഭേദമാവെന്ന് തോന്നുന്ന ആ ഒരു ടോക്ക്, അതിനകത്താണ് ഐ തിങ്ക് ജയറാം ആൻഡ് അമോഗ്, 2 ചേട്ടന്മാർ, ദേ റിയലി ടോൾഡ് വിത്ത് ദെയർ എക്സാമ്പിൾസ് ഓൺ ദ പവർ ഓഫ് ലിങ്ക്ഡിൻ. അപ്പം ഓൺ ഫോളോയിങ് ദ റൈറ്റ് പീപ്പിൾ ഓൺ ലിങ്ക്ഡിൻ, ഹൗ ടു place yourself well there. അങ്ങനെയാണ് ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ലിങ്ക്ഡിൻ ഒരു ടൂളായിട്ട്, പക്ഷെ ലിങ്ക്ഡിൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഐ എം ഇൻ 3rd year 4th year. അതുവരെ ഒരു പ്രൊഫൈൽ അവിടെ കിടപ്പുണ്ട്, പക്ഷെ ഒരു ധൈര്യമില്ല ആൾക്കാരുടെ ഇൻബോക്സിലേക്ക് കയറാനുള്ള. ഐ തിങ്ക് സോഷ്യൽ മീഡിയ ആസ് എ ടൂൾ. ഗ്രൂപ്പുകളിൽ ചേർന്നിരുന്നോ ലിങ്ക്ഡിനില്? ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ആൾക്കാരോട് പറയാ, നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഫഷണൽ ഏരിയാസിലുള്ള ഗ്രൂപ്പിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒബ്സർവ് ആൻഡ് ലിസൺ ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്, ഒരു ഫീലർ കിട്ടും എന്താണെന്നുള്ളത്. അത് ചെയ്തിരുന്നോ? യെസ് ഡെഫിനറ്റ്ലി. കുറച്ച് പൈത്തൺ ഞാൻ അന്ന് താല്പര്യം തോന്നിയ കുറച്ച് ടോപ്പിക്സിൽ കയറിയിരുന്നു. ഗ്രൂപ്പിൽ അത്ര ആക്റ്റീവ് അല്ല, ബട്ട് ദെൻ സൈലന്റ് ഒബ്സർവർ ആണ് ലിങ്ക്ഡിനിൽ. I think I use LinkedIn more to contact people and or study
ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വർക്ക് ദേ ആർ ഡൂയിങ്. ആ ഒരു രീതിയിലാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഐ സ്റ്റാർട്ടഡ് നോട്ടീസിങ് എൻ്റെ ലിങ്ക്ഡിൻ ഫീഡ് ആദ്യം ഭയങ്കര ജനറൽ ആയിരുന്നു, പിന്നെ കുറച്ച് ട്യൂൺഡ് ഫോർ യുനോ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഐ ട്രൈഡ് ദിസ് വിത്ത് ട്വിറ്റർ. ഞാൻ ആക്റ്റീവ്ലി അൺഫോളോ ചെയ്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ആക്റ്റീവ്ലി യുനോ ഒരാളുടെ പേപ്പർ വായിച്ചു, ഇഷ്ടപ്പെട്ടു, അയാളെ ഫോളോ ചെയ്തു, ആ കോളേജ് ഫോളോ ചെയ്തു, കോദേഴ്സിനെ ഫോളോ ചെയ്തു. ഇങ്ങനെ ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഇപ്പം അമേസിംഗ് ആയി തോന്നി, അത് എന്നാൽ ആ പ്രൊഡക്റ്റിനെ ഫോളോ ചെയ്യുക, അവരുടെ ബ്ലോഗ് ഫോളോ ചെയ്യുക. ആൻഡ് ഐ സ്റ്റാർട്ടഡ് നോയിങ് ദാറ്റ് മൈ ട്വിറ്റർ ഫീഡ് ഇസ് ലുക്കിംഗ് റിയലി ഗുഡ് ആ ഒരു ആംഗിളിൽ. സോ ഡെഫിനറ്റ്ലി ഓർഗാനിക്കലി അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റെഡിറ്റ് എല്ലാത്തിലും ഓട്ടോമാറ്റിക്കലി വന്നു. ഐ എം നോട്ട് ടെല്ലിങ് ടെക്ക് നിങ്ങൾ ടെക്ക് മാത്രമേ ഉണ്ടാവൂ എൻ്റെ ഫീൽഡിലെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്തിനെക്കുറിച്ചാണോ പാഷനേറ്റ് അത് മാത്രമേ ഏതായാലും എൻ്റെ ഫീൽഡിലുള്ളൂ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഐ വാസ് എയിമിങ് ഫോർ. അതുകൊണ്ട് ഓൺലൈൻ വൈസ് സോഷ്യൽ മീഡിയ ഇസ് എൻ എക്കോ ചേംബർ, ബട്ട് ഐ മീൻ എ ഗുഡ് ചേംബർ റൈറ്റ് നൗ. എക്കോ അടിച്ച് വരുന്ന കാര്യങ്ങൾ ഇസ് ഗുഡ് ഇൻ ദ കൺഡ്യൂസർ. I think that's a good trick you can actually അതെ അതെ, കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പോയിട്ട് അത് എന്നോട് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ടോപ്പിക്ക് മാറ്റിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടോപ്പിക്ക് മാത്രമേ നിങ്ങളുടെ ഫീൽഡിൽ വരുന്നുള്ളൂ. ഞാൻ ടോപ്പിക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ക്ലിക്ക് ചെയ്യുന്നത് ഇതായതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യില്ല എന്നുള്ള ആൽഗോരിതത്തിന് അറിയാം. അപ്പൊ വെറുതെ കാണിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ചില വീഡിയോസ് വരില്ല. അതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ആൻഡ് ദിസ് ഇസ് ഇറ്റ്സ് കൺഫ്യൂസിങ് പീപ്പിൾ ഓൾസോ, ഞാൻ പല റേഞ്ച് ഓഫ് വീഡിയോസ് പല രീതിയിൽ ഇടുന്നതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞാനിപ്പം ഐ ടോക്ക് അബൌട്ട് ഏവിയേഷൻ, റൈറ്റ് ബ്രദേഴ്സിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ സൂമിന്റെയോ അല്ലെങ്കിൽ സുന്ദർ പിച്ചായിന്റെ ഗൂഗിളിൽ ഉണ്ടായിരുന്ന OKRനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാൻ ആൾക്കാരില്ല. ഞാൻ മുടി വെട്ടുന്നതിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-26,000 ആൾക്കാർ വന്നിട്ട് അത് കാണും. അത് ഭയങ്കര സംഭവമാണ്. So that is how the feed comes and how algorithm, because അതിന്റെ കൺട്രോളിലാണ് ഇത് മൊത്തം കിടക്കുന്നത്. പുസ്തകം വായന എങ്ങനെയാണ്? യു ഗെറ്റ് ടൈം ടു റീഡ് ഓർ ജനറലി ടെക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഇതുണ്ടോ? അല്ല, കാരണം ആൾക്കാർ കുറെ പേരൊക്കെ ടെക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അല്ലാണ്ട് തന്നെ ധാരാളം ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ ഉണ്ട്. പുസ്തകത്തിന്റെ ഒരു ആവശ്യം തന്നെ പലപ്പോഴും വരുന്നില്ല. കാരണം ഒരു പുസ്തകത്തിന്റെ 300 പേജ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ പുസ്തകം വായന എന്നുള്ളത് എങ്ങനെയാണ്? ഹൗ ഡു യു ലുക്ക് അറ്റ് റീഡിങ്? റീഡിങ് ഡ്രോപ്ഡ് സിവിയർലി, അത് പറയാതിരിക്കാൻ വയ്യ. ദ ലാസ്റ്റ് 4 years till class 12 book was everything. Reading is everything. Definitely that has shaped how I see the world. I think reading and ഞാൻ വായിച്ച ഓട്ടോബയോഗ്രാഫികളിലെയും ഈവൻ നോവലുകളിലെയും ക്യാരക്ടേഴ്സിന്റെ സ്ട്രെങ്ത് കണ്ടിട്ടാവാം, അവര് സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടിട്ടാവും ഡെഫിനറ്റ്ലി ലൈഫിൽ ഞാൻ കുറേയൊക്കെ ഇതെന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം, ദിസ് ഇസ് നോട്ട് ഓക്കെ എന്ന് തുറന്ന് പറയാനുള്ള സ്ട്രെങ്ത് ഏതായാലും റീഡിംഗ് നിന്നാണ് കിട്ടിയത്. ഓൾസോ കൂടുതലും ഐ തിങ്ക് ഓട്ടോബയോഗ്രാഫീസ് നിന്നാണ്, വേർ പീപ്പിൾ ഫ്രം നോർമൽ മിഡിൽ ക്ലാസ് എന്നെ പോലത്തെ ഫാമിലീസിലെ ആൾക്കാർ ഹൗ ദേ ഗോ ഓൺ ടു make an impact, make the time ഈ earthil spend ചെയ്യുന്ന time worthwhile to somebody else other than themselves. അത് definitely till 12th ആ രീതിയിലായിരുന്നു. Since I've joined in college, definitely reading വല്ലാതെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് due to all the other things that are going on. But I've been sometimes handed books that mean a lot. അപ്പം ലീൻ ഇൻ എന്നൊരു പുസ്തകമുണ്ട്, ഫേസ്ബുക്കിന്റെ മാർക്കറ്റിംഗ് സിഇഒയുടെ ഷെറിൽ സാൻഡ്ബർഗ്. So that actually gave a sneak peek into how corporate life looks like. അതുപോലെ തന്നെ മിഷേൽ ഒബാമയുടെ ബിക്കമിങ് also was gifted. ലിലി സിംഗിന്റെ Superwoman or something, Big Boss or something around. Anyway, her semi-autobiographical sort of book. ഇങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ I've definitely picked up to give the strength and to see what is going on or what I could do too, what I could learn. But I actually sort of want to come back to reading. I think might be a bit old school ee karyathil. I do enjoy online everything going on, but I think the learning you have when you read is a bit slow, deep and understanding. ഒരു പക്ഷെ തെറ്റായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനിപ്പം സ്ലോലി അങ്ങനെ ടെക് ബുക്കുകളിലേക്ക് പയ്യെ തിരിഞ്ഞാലോ എന്ന് ആലോചിക്കുന്ന ഒരു ടൈമാണ്.
So Gi- I would um, not. എന്തോ പറയാൻ പോയി, എനിക്ക് ബ്രേക്കായി. യു വാസ് ടെല്ലിങ് സംതിങ്. അല്ല, I would not തള്ളി റീഡിങ്ങിന്റെ ആവശ്യമില്ല എന്ന് ഡെഫിനറ്റ്ലി ഞാൻ പറയില്ല. ഓക്കെ ഓക്കെ. ലൈല ജാനനെ കേട്ടിട്ടുണ്ടോ? No, No. not really. Leila Jana was the person who wrote the book Give Work. അപ്പം ഗിവ് വർക്ക് എന്ന പുസ്തകമുണ്ട്. ദാറ്റ്സ് വൺ തിങ് ദാറ്റ് യു ഷുഡ് റീഡ്. ലൈല ജാന എഴുതിയ ഗിവ് വർക്ക്. ഹർ കമ്പനീസ് നെയിം, I forget the name of the company. She കഴിഞ്ഞ ഡിസംബറിലാണ് മരിച്ചത്. വെരി യങ്. ഷീ ഷുഡ് പ്രോബ്ലി ബി അബൌട്ട് 38 or something. സുഖമില്ലാണ്ട് മരിച്ചാണ്. അപ്പം അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഗിവ് വർക്ക് ഗിവ്സ് സോ ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ആഫ്രിക്ക, ഇന്ത്യ, മോസ്റ്റ്ലി വിമൻ ആൻഡ് വെരി പുവർ പീപ്പിൾ. അവർക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വർക്ക് കൊടുക്കുക. അപ്പൊ ഗിവ് വർക്ക് ബിക്കോസ് the biggest charity is giving work to people എന്നുള്ളത്. And now her organization is still doing that same activity. Then she also has a company called Lakshmi, LAXMI എന്ന് പറഞ്ഞിട്ട്. That's a ഒരു ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഒരു കമ്പനി ഉണ്ട് അപ്പാർട്ട് ഫ്രം ദിസ് കമ്പനി ദാറ്റ് ഷീ ഹാസ്. എനിക്ക് ഇതിന്റെ പേര് I don't remember immediately, എനിക്ക് വരുന്നില്ല. പക്ഷെ that's an interesting book. I'm sure it will be very inspiring because for the kind of work that you're doing, I think that can show some light of how that globally what your impact at a point can be in the leather. And Leila's father Malayaliana. Father was a Malayali, and then mother was from Bengal, I think. But that's an interesting book. So there are ടെക്കിന്റെ അല്ലാത്ത പുസ്തകങ്ങൾ തന്നെ. ദീസ് ആർ ഓൾ ലൈക്ക് അഗെയിൻ ബയോഗ്രഫീസ് ആൻഡ് പീപ്പിൾ ഓഫ് ഈ ടെക് ആൾക്കാരുടെ കുറെ കഥകളുണ്ട്. അത് പലപ്പോഴും ചിലപ്പം നമ്മൾ വളരെ ഫേമസ് ആയ ആൾക്കാരുടെ കഥകളിൽ നിന്നല്ല നമുക്ക് പലതും അറിയാം. പക്ഷേ ദ പീപ്പിൾ ഹു ഹാവ് ആക്ച്വലി ഗോൺ ത്രൂ ദാറ്റ് സെയിം സ്ട്രഗിൾ ആൻഡ് ദേ ഹാവ് എ സ്റ്റോറി ടു ടെൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ റിലേറ്റബിലിറ്റി. പലപ്പോഴും കഥകൾക്ക് റിലേറ്റബിലിറ്റി ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. മാർക്ക് സക്കർബർഗിന്റെ കഥ രസമാണ്, സ്റ്റീവ് ജോബ്സിന്റെ കഥ രസമാണ്, ബിൽ ഗേറ്റ്സിന്റെ കഥ രസമാണ്. ഇതൊക്കെ രസമാണ്. പക്ഷെ രസമാണെന്നുണ്ടെങ്കിൽ ഒരാൾ റിലേറ്റബിൾ ആവുന്നതില്ല. നമ്മൾ റിലേറ്റബിൾ ആവുന്നത് നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ, സാധാരണക്കാരുടെ കഥയാണ്. ബിക്കോസ് ഐ വിൽ ടെൽ യു ദാറ്റ് ഞാനിപ്പോ പലപ്പോഴും വേറെ പല ആൾക്കാരുടെ കഥ പറയുന്നത്, ഇപ്പൊ ഗോപികൃഷ്ണന്റെയും എൻഫേഡിങ് കഥ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ കൂടുതൽ റിലേറ്റബിൾ ആണ് കുറെ ആൾക്കാർക്ക്. ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഐ ആം ട്രൈങ് ടു റീച്ച് ഔട്ട്, ദേ വിൽ റിലേറ്റ് ടു യുവർ സ്റ്റോറി ദാൻ ഞാനിപ്പോ റൈറ്റ് സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും പിന്നെ അവരെ കഥ ഉണ്ടാക്കിയില്ല, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയും. അല്ലെങ്കിൽ ആ കഥകളൊക്കെ കേൾക്കാൻ രസമാണ്, പറയാനും രസമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ന്യൂട്ടൺ ആണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ മുമ്പേ വേറെ പല ആൾക്കാരും ഇതിന്റെ പല പല കാൽക്കുലസിന്റെ ഒക്കെ പല ഭാഗങ്ങളായിട്ട് അതിനെയൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ വന്നു. പക്ഷെ ഈ ആപ്പിൾ വീണു എന്നുള്ള കഥ അത് പറയാൻ കുറച്ചും കൂടി രസമുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പറഞ്ഞുണ്ടാക്കാൻ ഒരു രസമല്ല, ഒരു എന്താ പറയാ, ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യില്ല. ഈ ആപ്പിൾ വീണു എന്നുള്ള കഥ. അപ്പൊ ന്യൂട്ടന്റെ കഥ പറയാനാണ് ആൾക്കാർ താല്പര്യം. അപ്പൊ ന്യൂട്ടനിലേക്ക് ചേർന്ന എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളുമാണ് ന്യൂട്ടനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ അത് ഒബ്സ്ക്യൂർ ആണ്, അറിയില്ല ആൾക്കാർക്ക് എന്നുള്ളതാണ്. അപ്പം പക്ഷെ അത് റിലേറ്റബിൾ ആവും. ചിലപ്പം ന്യൂട്ടൺ റിലേറ്റബിൾ ആയിട്ടില്ലെങ്കിലും ബാക്കി കഥകൾ പലപ്പോഴും റിലേറ്റബിൾ ആവും നമുക്ക്. കാരണം everyone who starts with computers and has a design idea doesn't become Steve Jobs. But there are a lot of people who can relate to a lot of people who worked in Apple during that Macintosh ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്ത കുറെ ആൾക്കാരായിട്ട് ധാരാളം ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഷെറിൽ സാൻഡ്ബർഗ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഷെറിൽ സാൻഡ്ബർഗിന്റെ കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. And which reaches us level. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക് പീപ്പിൾ ലൈക്ക് ഗോപി കൃഷ്ണ, യു ആൻഡ് ദ അതർ പീപ്പിൾ ദാറ്റ് ഐ ടോക്ക് ടു, you have a major role to play in terms of not to do anything, but at least being yourself and doing whatever you think is necessary for you to do.
അത് അപ്പൊ എൻ്റെ ഒക്കെ ഉള്ള ഭാഗത്തു നിന്നുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസും കാര്യങ്ങളും ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക. അപ്പൊ ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ തിങ്ക് ഓക്കെ എൻഫയ്ക്ക് പറ്റുമെന്ന്. ബിൽഗേറ്റ്സിനെ പറ്റിയാൽ എനിക്ക് എന്താ കുഴപ്പമെന്നുള്ള ചോദിക്കുന്നതിനെക്കാട്ടും ആൾക്കാർ എൻഫയ്ക്ക് പറ്റുന്നുണ്ട്, why not I move in that direction or probably learn something from that and move that. Now നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു മണിക്കൂറിന് മുകളിലായി. അപ്പോൾ ഞാൻ ഒരു ക്ലോസിംഗ് നോട്ടിൽ ഞങ്ങളെ ജനറേഷനോട് എന്താ പറയാനുള്ളത്? ഞാനിത് ആ ജനറേഷനോട് പറയുന്നില്ല, അത് അവർ ഇപ്പം തന്നെ കേട്ടിട്ട് സംസാരിച്ചിട്ട്. ഞങ്ങളുടെ ജനറേഷൻ തന്നെ ഞാനൊക്കെ ഇപ്പോൾ ഒരു 50 വയസ്സാവാൻ പോകണം. ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഒരു ഫാദറിൻ്റെ ജനറേഷൻ. അപ്പോൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21 വയസ്സൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഫുൾ ടെൻഷനില്ല, കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഭയങ്കര ടെൻഷനില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് എന്താ പറയുക, എന്താ ചെയ്യേണ്ട? അപ്പോൾ അവളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിലിക്കൺ വാലിയിലാണ്, നിനക്ക് കമ്പ്യൂട്ടർ കുറച്ച് പഠിച്ചാൽ കുഴപ്പമുണ്ടോ? എനിക്കിത് നിങ്ങളെ മാതിരി ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൽ വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ അത് പഠിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ അവൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ അവൾ പറഞ്ഞു കമ്പ്യൂട്ടർ തന്നെ പഠിക്കാം. ബയോ കെമിസ്ട്രി ആയിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ലാസ്റ്റിൽ അവർ പോയി കമ്പ്യൂട്ടറിന് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്ത്? അല്ല ബാക്കിയുള്ളതിനെ എവിടെയോ ജോലി കിട്ടും, എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തോളാം പറഞ്ഞു. അങ്ങനെ അവൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അവൾ പഠിക്കാൻ പോയി. ആൻഡ് ഷീ ഈസ് ഗെറ്റിംഗ് സ്ട്രെയിറ്റ് എയ്സ് ആൻഡ് എവറിത്തിങ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. പക്ഷെ അവൾ എന്നിട്ട് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാക്കിയുള്ള ആൾക്കാർ പഠിക്കണതിൻ്റെ ഒരു 5 ഇരട്ടി പഠിക്കേണ്ടി വരുന്നുണ്ട് കിട്ടാൻ എനിക്കെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം പഠിച്ചിട്ടില്ല, കമ്പ്യൂട്ടറിനോട് ഒരു താല്പര്യമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സാധനം, ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗോയിങ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ഇഫ് യു ഹവ് നോട്ട് ഈവൻ ടച്ച്ഡ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് ഒരു താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പം. ഐ മൈറ്റ് ബി റോങ് അഗെയിൻ. പക്ഷെ അവൾക്ക് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ എന്താണ്, അവൾ കമ്പ്യൂട്ടർ സയൻസ് പോയി 2 വർഷം പഠിച്ചു കമ്പ്യൂട്ടർ സയൻസ്. ദെൻ ഷീ ഫിഗർഡ് ഔട്ട് ദാറ്റ് കമ്പ്യൂട്ടർ സയൻസിനോട് വലിയ താല്പര്യം എന്നാണ്. നൗ ഷീ ഈസ് ഗോൺ ഇൻ ടു എക്കണോമിക്സ് ആൻഡ് മാത്സ് മേജർ. കാരണം അതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട്. കാരണം പക്ഷെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഡേറ്റാ സയൻസും മാത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗെറ്റ് ഇൻ ടു കമ്പ്യൂട്ടർ സയൻസ്. വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പൈത്തണൊക്കെ അറിയാം, ആവശ്യത്തിനുള്ള. ഷീസ് നോസ് കമ്പ്യൂട്ടർ ടു ബി ഡേഞ്ചറസ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം എക്കണോമിക്സ് ആണെങ്കിലും മാത്ത് ആണെങ്കിലും ഡേറ്റാ സയൻസ് ആണെങ്കിലും ഒക്കെ കമ്പ്യൂട്ടറിന്റെ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അറിയണം. മേ ബി നോട്ട് ടു ബിൽഡ് ദ നെക്സ്റ്റ് ഇന്റൽ സംതിങ് ലൈക്ക് ദാറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം ദാറ്റ് പെർസ്പെക്ടീവ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇന്നും ആൾക്കാർ വന്നിട്ട് ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കും, എന്താണ് എൻ്റെ മകൾ പഠിക്കേണ്ടത്, എന്താണ് എൻ്റെ മകൻ പഠിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇത്ര വ്യാകുലപ്പെടുന്നത്? ഇത് ഈ അപ്പം ഇത് എന്തോ നമ്മൾ ഉത്തരവാദിത്തം മാതിരിയാണ് ഞങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. എനിക്കങ്ങനെ ഇല്ലെങ്കിലും ബാക്കി കുറേ ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒരു കുട്ടികൾ അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം what do you have to say to people our age? I think though it is difficult, you have to accept the fact that times have changed. That's something I'll have to remind myself when I'm age layalum. I think എൻ്റെ മമ്മി പപ്പ they are also 50 around. അവർ പഠിക്കുന്ന സമയത്ത് the stories I'm hearing is their parents are going out to work, പറമ്പിലും അവിടെ ഇവിടെ, and they are going to school. അപ്പോൾ പിള്ളേർക്ക് എക്സ്പോഷർ ഇല്ല. അവർ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നു എന്നല്ലാതെ അവർ പുറം ലോകം കണ്ടിട്ടില്ല. അപ്പം പുറം ലോകം കണ്ടത് അന്നത്തെ കാലത്ത് അവർ പാരൻസ്, എക്സ്പോഷറിന്റെ സെൻസിൽ പാരൻസിനാണ്. അതുകൊണ്ട് പിള്ളേർക്ക് ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ പാരൻസ് പറയുന്നത് കുറച്ചൊക്കെ എവിടെയോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്ല, ലിറ്ററലി ഫോണിനകത്ത്. അപ്പം ഒരു പക്ഷേ എൻ്റെ മമ്മീനെയും പപ്പേനേക്കാൾ ടെക്കിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇപ്പം എന്താ സംഭവിക്കുന്ന ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഭേദം ഉള്ളൊരു ബോധം, ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദാറ്റ് സെൻസ് എനിക്കാണ്. അപ്പം കുട്ടികൾ ഇനി വളർന്നു വരുമ്പം ഐ തിങ്ക് ഒന്നും അറിയാതെ അല്ല പിള്ളേർ ഏതായാലും ഇപ്പോഴത്തെ പിള്ളേർ ഏതായാലും വളർന്നു വരുന്നത്. സോ ഐ തിങ്ക് ദ ബെസ്റ്റ് യു ക്യാൻ ഡു ഇസ് ടു മേക്ക് ഷുവർ പിള്ളേർക്ക് എല്ലാത്തിനോടും എക്സ്പോഷർ ഉണ്ടാവട്ടെ. എല്ലാത്തിൻ്റെ ഒരു ഇച്ചിരി വളർന്നു വരുമ്പം കൊടുക്കാല്ല. ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ മോൾ ഡോക്ടർ ആവണം, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എൻ്റെ മോൾ എഞ്ചിനീയർ ആവണം. കാരണം അതാണ് സേഫ്. ഞാൻ എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഇപ്പം ഞാനൊരു സോളിഡ് ലൈഫ് ജീവിക്കുന്നു. ആ സെക്യൂരിറ്റി ഞാൻ എൻ്റെ മക്കളിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതങ്ങ് എൻ്റെ മോൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്ന് വാശി പിടിക്കുന്നതിനേക്കാൾ ഗിവ് ദം എ ചാൻസ് ടു എക്സ്പ്ലോർ, ഗിവ് ദം എക്സ്പോഷർ എല്ലാം കൊടുക്കുക, എല്ലാത്തിനോടും പോരട്ടെ. കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് പാഷൻ ടു സംതിങ് മക്കളിൽ.
അതെന്തിലാണെങ്കിലും പാഷൻ ടു സംതിങ്, എന്നിട്ട് ലിസൺ ടു ദം ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ ഓൺ ദെയർ ലൈഫ്. ബിക്കോസ് പലപ്പോഴും ദേ ആർ ദ വൺസ് ഹു ആർ ലിവിങ്. അപ്പം ഐ ഹവ് സീൻ എൻ്റെ കൂടെ പഠിക്കുന്നവരും എന്നേക്കാൾ മുതിർന്ന ജോലി ചെയ്തവരും പാരൻസിന്റെ പ്രഷർ കാരണം അവരൊരു ജോലിക്ക് പോയി. Do they have security? Yes, but they genuinely hate the life they are living. പണ്ട് സർവൈവൽ വാസ് ദ തിങ് അല്ലെ? അപ്പൊ പണ്ട് പറയുമ്പോൾ എന്റെ ഗ്രാൻഡ് പാരന്റ്സ് സർവൈവ് ചെയ്യുക ഇസ് ദ ഗോൾ. ഐ തിങ്ക് ഇപ്പോഴത്തെ ജനറേഷൻ എൻജോയ് യുവർ ലൈഫ് ഇസ് ദ ഗോൾ. അപ്പം അതിൽ നിന്ന് ഐ തിങ്ക് എവല്യൂഷണറി നമ്മുടെ അറ്റ്ലീസ്റ്റ് ഞാൻ താമസിക്കുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രാറ്റയിൽ ഇറ്റ്സ് നോട്ട് സർവൈവൽ ദാറ്റ് ഇസ് ദ ഗോൾ, ഇറ്റ്സ് ടു ഹാവ് എ ഗുഡ് ലൈഫ്, ഹാവ് എ ഹാപ്പി ലൈഫ്. അപ്പം നിങ്ങളുടെ മക്കളും പ്രോബബ്ലി ദാറ്റ്സ് വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. സോ ലിസൺ ടു ദം ബിഫോർ യു മേക്ക് എ ഡിസിഷൻ. സോ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് വിത്ത് യുവർ ചൈൽഡ് ആസ് എൻ ഈക്വൽ, ബിക്കോസ് you have a certain set of experiences, she or he bring a different set of experience to the same table. So listen, I can't emphasize on this more, like listen and discuss rather than avaloru karyam paranju nanu theermanam eduthu. It's more of a monarch sort of way. Have a democratic environment at home and trust your child and support them rather avare oru field like vidunnainekal listen and discuss and support. അത് വളരെ വളരെ ആവശ്യമാണ് ആ ലിസൺ എന്നുള്ള സംഭവം. അധികവും ഞങ്ങളെ ജനറേഷനൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ പറയണ കേക്ക് എന്നാണ് പറയുക. നമ്മൾ കേൾക്കുക എന്നുള്ളതല്ല, ഞാൻ പറയണ എന്താ നീ കേൾക്കാത്തെന്നുള്ളതാണ് ചോദ്യം വരിക ഇതിൽ. ആൻഡ് വിച്ച് ഇസ് ഐ തിങ്ക് ദാറ്റ്സ് വെരി വാലിഡ്. കാരണം ഞാൻ അവള് ഹൈസ്കൂളിലുള്ള സമയത്ത് വി ഡിഡ് എ 1 year പ്രോജക്ട് ഓഫ് ഐ ആസ്കിങ് ഹർ എ ക്വസ്റ്റ്യൻ എവറി ഡേ ആൻഡ് ഷീ ഗിവിംഗ് മീ ആൻ ആൻസർ. എനിക്ക് ആ ഒരു ഹൈസ്കൂളിലെ ഒരു 1 year പ്രോജക്റ്റിലാണ് ഒരു 365 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നതും അവള് ഉത്തരം പറയുന്നത് ഓരോ ദിവസം. അത് ഇമെയിൽ വഴിയാണ്. അത് എനിക്ക് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ടു സ്റ്റാർട്ട് തിങ്കിങ് വാട്ട് വുഡ് ബി അവരുടെ മനസ്സിൽ കൂടെ എന്താ പോകണമെന്നുള്ളത്. രണ്ട് കാര്യമാണ്. ഒന്ന്, രണ്ട് ഡിഫറെന്റ് കൾച്ചറിൽ വളരുന്നതാണ്. 2 ജനറേഷൻ മാത്രമല്ല. ഞാൻ നാട്ടിൽ വളരുന്നതാണ്, അവൾ ഇവിടെ വളരുന്നതാണ്. അപ്പൊ അങ്ങനെ 2 ലെവൽ ഓഫ് വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ്. കാരണം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാലും കൾച്ചറൽ ഗ്യാപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഐ മീൻ നമ്മളൊരു തമാശയായി മാറുകയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഈ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കൾച്ചറലി മനസ്സിലാക്കാനും ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ തുടർന്ന് പോവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നാട്ടിലത് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കൾച്ചർ സെയിം ആവുന്നതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് നമ്മളങ്ങ് അറിയാണ്ട് പോകുന്നുണ്ട്. ഇവിടെ കൾച്ചർ ഒബ്വിയസ് ആയതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഒബ്വിയസ് ആണ് എന്നുള്ളത് എനിക്ക് തന്നെ റിയലൈസ് ചെയ്ത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിയലൈസ് ചെയ്ത് വന്നു. അവളൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത് യെസ് ദർ ഈസ് എ ഡിഫറൻസ്, മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. നാട്ടില് വളരെ സട്ടിലായിട്ട് ആ ജനറേഷൻ ഗ്യാപ്പ് നമ്മളങ്ങ് അറിയാണ്ട് പോകും. കാരണം കൾച്ചർ ഒരേപോലെ തന്നെ, സിനിമകൾ കാണുന്നതൊന്നാണ്, എല്ലാം ഒരേപോലെ ആവുന്ന സമയത്ത് നമ്മളൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള അറിയാണ്ട് പോകുന്നുണ്ടാവും പാരന്റ്സിന് കുറെ പേർക്ക് നാട്ടിലായിരിക്കും. സോ that was an interesting, I think I'm honored to talk. കാരണം നമുക്കൊക്കെ it is very difficult to get an opportunity to talk to your generation because all the time ഞങ്ങളെ അഡ്വൈസ് ചെയ്യാനും പിന്നെ എന്തൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുമാണ് പലപ്പോഴും ശ്രമിക്കുക, rather than trying to understand what actually happens എന്നുള്ളത്. അപ്പം എന്തായാലും ഓഫീസിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ആയിട്ടില്ല, ഓഫീസിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഓക്കെ, അത് ആവും വിചാരിക്കാം കഴിയുന്നത്ര വേഗം. അപ്പൊ നിങ്ങക്ക് ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഓഫീസിൽ ഉണ്ടായിരുന്നോ? ഇല്ല. എന്നെ പിക്ക് ചെയ്ത ടീം സോർട്ട് ഓഫ് ഡയറക്ട്ലി ഐ വാസ് ഡയറക്ട്ലി പുട്ട് ഓൺ ദ ജോബ്, ട്രെയിനിങ് ഓറിയന്റേഷൻ. അപ്പം ഓഫീസിലുള്ള അപ്പൊ ഇനി എപ്പോഴാന്ന് വെച്ചാൽ ഓഫീസിൽ പോകുന്നത് സമയത്ത് നോക്കാം, മേ ബി ഒരു അടുത്ത വർഷമോ എപ്പോഴാണെന്ന് വെച്ചാൽ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ അതേ സംഭവം തന്നെയാണ്, കോളേജിലുള്ള കുട്ടികൾക്കുള്ള സംഭവമാണ്. ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് പോയിട്ട് കോളേജിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വലിയൊരു സങ്കടമാണത്. ജസ്റ്റ് ലൈക്ക് വർക്ക്.
കാരണം കോളേജ് 4 കൊല്ലം കൊണ്ട് തീരും, വർക്ക് ഇനിയും കിടക്കുകയാണ്, നിങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോളേജ് ലൈഫ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് ആൾക്കാർക്ക്. സോ താങ്ക്സ്. ആൻഡ് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? I mean, I kept asking, I didn't say anything. Wondering how did your thought come into this, right? To see, ഇപ്പം നാട്ടിലെ ടെക്നോളജി എങ്ങനെ പഠിക്കുന്ന പിള്ളേർ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ ഇസ് നോട്ട് സംതിങ് ഐ ഹവ് സീൻ. ഇപ്പം വിനോദിന്റെ പ്രായത്തിലുള്ളവർ ഞങ്ങളോട് ഇവിടെ അധികം ചോദിക്കാറില്ല. ആ തോട്ട് വിനോദിന് എങ്ങനെയാണ് വന്നത്? അത് എനിക്ക് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടേക്ക് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 93 കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എക്കോ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നാടായിട്ട് വലിയൊരു കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സിനിമകൾ കാണുക എന്നുള്ളതല്ലാണ്ട് പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് ഐ നെവർ ഗോട്ട് ഇൻവോൾവ് ഇൻ ടു എനിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ കേരള. അപ്പോൾ വീട്ടിൽ വരിക, എൻ്റെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും കാണുക, തിരിച്ചു വരിക, ഏതൊരു പ്രവാസിയും വരുന്ന മാതിരി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ when I started blogging, writing and everything, and I think നിങ്ങളുടെ ആ ഒരു ജനറേഷനിലേക്ക് എനിക്ക് കണക്ട് ആയത് ഐ തിങ്ക് നിതിൻ വസന്ത് ഇവിടെ വന്നപ്പോഴാണ്. സോ ഞാൻ സിംഗുലാരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നിതിൻ കെയിം സെർച്ചിങ് ഫോർ മീ ആൻഡ് ഐ മെറ്റ് നിതിൻ. നിതിനെ അറിയില്ല? അപ്പൊ എന്നിട്ട് നിതിനോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിതിന്റെ സംസാരം വഴിയാണ് എനിക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആൻഡ് ദെൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് കണക്ട് ചെയ്തു. അവിടെ വെച്ചിട്ട് ആൾക്കാരെ പരിചയപ്പെട്ടു. ആൻഡ് ദെൻ ഐ ന്യൂ സജി ബിക്കോസ് സജി ഞാൻ പഠിക്കുന്ന കാലത്ത് സജി വാസ് എ ലെക്ചറർ ഇൻ REC ആ കാലത്ത്. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് കണക്ടിങ് വിത്ത് പീപ്പിൾ ഓവർ ദെയർ. ഞാൻ അവിടെ ഒരു വൈബ്രൻസി ഫീൽ ചെയ്തു അവിടെ. Then obviously Nitin connect ചെയ്തു. Then I connected with Meher. അങ്ങനെ പിന്നെ then I started following what is happening over there. അപ്പം ഇപ്പം ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്തും I went to schools and started talking. അത് മുമ്പ് ടോട്ടലി ഇൻവിസിബിൾ ആയിരുന്നു. അതായത് നിങ്ങളെ ജനറേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിരുന്നു. അങ്ങനത്തെ ഒരു ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതോ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കാണുന്ന മുഖ്യധാരാ മാധ്യമം അല്ലെങ്കിൽ ഇതിലൊന്നും നിങ്ങൾ വരുന്നില്ല. യു ആർ നോട്ട് ഫിഗറിങ് എനിവെയർ ഇൻ വേർ ഇൻഫർമേഷൻ കംസ് ടു മീ. ആ സോഴ്സിലൊന്നും നിങ്ങളില്ല. അത് ഈ ഒരു സ്റ്റേജിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു വേൾഡ് അവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് മുഖ്യധാരാ മാധ്യമത്തിൽ ഇത് വരുന്നില്ല. അപ്പൊ എന്നെ കൊണ്ട് ഇതിനെ എടുത്തിട്ട് എനിക്കുള്ള റീച്ചുള്ള സ്ഥലത്തേക്കൊക്കെ ഇതിനെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം എന്നുള്ളത്. ആൻഡ് മൈ ഡോട്ടർ വാസ് ഓൾസോ ഗ്രോയിങ് അപ്പ്. ഐ വാസ് ഹാവിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹർ ഓൺ വാട്ട്സ് ഹാപ്പനിങ് ഓവർ ഹിയർ. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പെയാണ് മെഹറിനോട് വി കീപ് ടോക്കിംഗ് എവറി നൗ ആൻഡ് ദെൻ യു നോ വാട്ട് ഇസ് ഹാപ്പനിങ്, ഓരോ ഐഡിയാസ് സംസാരിക്കും. അങ്ങനെ മെഹറിനോട് പറഞ്ഞു, മെഹറെ അവിടുന്ന് കുറച്ച് ആൾക്കാരുടെ പേര് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു ഇത് generally നമ്മൾ സംസാരിക്കുന്ന മാതിരി തന്നെ, so that I can talk and I can get that story across to people, so more people can, so that I can use this as a platform for the younger generation to talk to maybe my generation. ഞാൻ എൻ്റെ കാണുന്നതിൽ പല ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്. 40 വയസ്സുള്ള 50 വയസ്സുള്ള ഒക്കെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ കാണുന്നത്. അപ്പൊ അവരുടെ അടുത്തേക്കും ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there is a way that ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്. അത് അറിഞ്ഞിട്ടല്ല, നമ്മൾ അറിഞ്ഞു വന്നതല്ല, നമ്മളത് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞ് then I started communicating. ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ നിതിനോട് സംസാരിച്ചപ്പോഴും മെഹറിനോട് സംസാരിച്ചപ്പോഴും എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് I wouldn't have continued that, you know. അപ്പം അത് എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. നമ്മൾ ആദ്യമായിട്ടൊരു വാതിൽ തുറന്നിട്ട് ആദ്യം കാണുന്നത് എന്താണെന്നനുസരിച്ചിരിക്കും മുറിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടേ എന്നുള്ളത്. അപ്പം for me, Nitin and Meher were the people who actually got me to kind of look into what is happening എന്നുള്ളത്. So that പിന്നെ അവരുടെ തന്നെ ആ ഗ്രൂപ്പിൽ കുസാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ടും I got connected, you know. That's how it happened. So it's a കേരളത്തിൽ I think a lot of potential and അത് ജനങ്ങൾ കുറേശ്ശെ മനസ്സിലാക്കി. But I think you are, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, you yourself are a force to reckon with. So
നിങ്ങൾക്ക് തന്നെ വേറെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങളുടെ ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഡ്രീമിനും ഇപ്പം എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഒന്നും ലീഡ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും അല്ല, സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുള്ളതിന് മാത്രമായിട്ട് അങ്ങനെ ഉദ്ദേശമുള്ളൂ. ഗൈഡ് ചെയ്യാനൊന്നും അല്ല ഉദ്ദേശം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊന്നും ഗൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഗൈഡ് ഇൻ എ പ്രോപ്പർ വേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എൻ്റെ മകളുടെയൊക്കെ എഡ്യൂക്കേഷന് പിയർ ഗൈഡൻസ് ആണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അവളുടെ 2 കൊല്ലം സീനിയറായ ആൾക്കാരാണ് അവളോട് പറഞ്ഞത് എങ്ങനെ പഠിക്കണം, എന്ത് പോകണം എന്നുള്ളത്. എനിക്കറിയില്ല. ഞാനത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് മനസ്സിലാക്കി ആ സിസ്റ്റം മനസ്സിലാക്കി ഇതാണെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഫൈൻഡ് യുവർ ഓൺ പിയേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ഹു ക്യാൻ ഗൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തത് ഒരു മെന്ററായിട്ടോ ഗൈഡായിട്ടോ ആ രീതിയിലൊന്നും അല്ല നിങ്ങളുടെ ഏജ് ഗ്രൂപ്പായിട്ട് അവിടെ കണക്ട് ചെയ്തത്. അത് എനിക്ക് കുറച്ച് പഠിക്കാനും ഐ ഫീൽ യങ്. പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നടക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാവണ്ടേ. അതിപ്പോൾ യങ്ങർ ജനറേഷനോട് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് അത് അങ്ങനെ ഒരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ബി വിത്ത് എ യങ്ങർ ക്രൗഡ് and learn rather than be with my crowd and kind of crib or whine about why it all happened like this and we couldn't do anything. Adanne. So that's pretty much what it is. Appo thank you. This is an amazing conversation. Usually who I talk to is again ഞങ്ങളുടെ പ്രായക്കാരാണ്. So this is a really different perspective coming from a bit older, a bit experienced. Yeah. Thank you so much for the invite. Thank you. All the best. pahayan.com മാറുന്ന ലോകത്തിൽ പുതിയ അറിവുകൾക്കായി ഒരു സ്ഥലം. പെൻ പോസിറ്റീവിൻ്റെ മലയാളത്തിൽ ഒരു ഓൺലൈൻ ലേണിംഗ് എക്സ്പീരിയൻസ്, വീഡിയോ പ്രസൻറ്റേഷൻ, ഓൺലൈൻ മൈക്രോ കോഴ്സുകൾ, വെബിനാറ്, അജൈൽ കോഴ്സ്, ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലേണർ മെമ്പർഷിപ്പിൻ്റെ ഭാഗമാവാം. $5, അതായത് 375 രൂപ മാസം. പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ജോബ് ആൻഡ് കരിയർ അഡ്വാൻസ്മെൻറ്റ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഇതിൻ്റെ പ്രസൻറ്റേഷനും കോഴ്സും കൂടാതെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയൊരു ഓൺലൈൻ കൂട്ടായ്മയും. നിങ്ങൾക്ക് മാസം $5 അല്ലെങ്കിൽ 20% കുറച്ച് വർഷം $48 ചേരാം. ഇനി ഇൻ്റർനാഷണൽ പർച്ചേസ് നടത്താൻ കഴിയുന്ന ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ അതും പ്രശ്നമില്ല. pahayanmedia.com വഴി ബൈ മീ എ കോഫി എന്ന സൈറ്റിൽ നിന്നും ഇന്ത്യൻ പേയ്മെൻറ്റ് വഴി ഇതേ കണ്ടൻറ്റ് ലഭിക്കും. സ്റ്റാർട്ട് ദ ജേർണി ടുഡേ, സ്റ്റാർട്ട് ദ ചേഞ്ച് ടുഡേ. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.